എല്ലാവർക്കും സ്വാഗതം. ടോട്ടം വിശ്വാസങ്ങളുടെ ഓൺലൈൻ വെബിനാർ സീരീസിലെ ഹെൽത്തിന്റെ സെഗ്മെന്റിൽ വരുന്ന വെബിനാറിലേക്ക്. ഇന്ന് നമ്മൾ എല്ലാവർക്കും അറിയാം, ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമാണ്. 1948 WHO ലോകാരോഗ്യ സംഘടന രൂപീകൃതമായതിനു ശേഷം 1950 മുതലാണ് ഏപ്രിൽ 7 എന്ന തീയതിയിൽ ലോകാരോഗ്യ ദിനമായി ആചരിക്കണമെന്ന് തീരുമാനം വന്നിട്ടുള്ളത്. ലോകാരോഗ്യത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണ് പൊതുവെ ഇതിന് തീമായിട്ട് വരാറുള്ളത്. ഈ വർഷത്തെ തീം എന്നുള്ളത് ടുഗദർ വിത്ത് ഹെൽത്ത് സ്റ്റാൻഡ് വിത്ത് സയൻസ് എന്നുള്ളതാണ്. അതായത് ആരോഗ്യത്തിനായി ഒരുമിച്ച് ശാസ്ത്രത്തിനോടൊപ്പം. ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് എവിഡൻസ് ഇല്ലാത്ത ശാസ്ത്രീയമായ ഒരുപാട് ഓൾട്ടർനേറ്റീവ് ചികിത്സാ രീതികൾ നടക്കുകയും മരണങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ വാർത്തയിലൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീം വളരെ റെലവെന്റ് ആയൊരു തീമാണ് കേരളത്തിലും ഇന്ത്യയിലും ലോകത്തെല്ലായിടത്തും. അപ്പോൾ ഇതിനെപ്പറ്റി ഇവിടെ സംസാരിക്കാൻ നമ്മോടൊപ്പം ഉള്ളത് 3 പ്രഗത്ഭരായ മനുഷ്യരാണ്. മോഡറേറ്റ് ചെയ്യുന്നത് വിജയകുമാർ ഗ്ലാത്തൂരാണ്. ഗ്ലാത്തൂരിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ലെങ്കിലും ഔപചാരികതയുടെ പേരിൽ ഞാനൊരു ഇൻട്രൊഡക്ഷൻ തരുന്നതാണ്. വിജയകുമാർ ഗ്ലാത്തൂർ ഒരു യൂട്യൂബറാണ്, സയൻസ് കമ്മ്യൂണിക്കേറ്റർ ആണ്. അതുപോലെ ലൂക്ക എന്ന ഓൺലൈൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മാഗസീന്റെ എഡിറ്റോറിയൽ ബോർഡ് മെമ്പറാണ്. റിട്ടയർമെന്റിന് ശേഷം ജീവിതം എങ്ങനെ പോകണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ മാതൃകയായിട്ട് എനിക്ക് പലപ്പോഴും പറയാൻ പറ്റുന്ന പേരുകളിൽ ചുരുക്കം ചില പേരുകളിൽ ഒന്നാണ് വിജയകുമാർ ഗ്ലാത്തൂർ. റിട്ടയർമെന്റിന് ശേഷമാണ് യൂട്യൂബിലേക്ക് കടന്നു വരികയും അതില് സ്വന്തം സിഗ്നേച്ചർ തെളിയിക്കുകയും ചെയ്ത ഒരാളാണ്. അടുത്തത് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ആര്യയാണ്. ഡോക്ടർ ആര്യ പറഞ്ഞോ. ആര്യ ഗ്രൂപ്പിലല്ലേ ഉള്ളത്. ആര്യ ആലപ്പുഴ സ്വദേശിയാണ്. കായംകുളം മുതുകുളത്താണ് സ്വന്തം വീട്. തിരുവനന്തപുരത്താണ് സെറ്റിലായിട്ടുള്ളത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS കഴിഞ്ഞു. DNB സർജറി കോട്ടയത്ത് നിന്ന് തന്നെയാണ് ചെയ്തത്. ഒരു ഫെലോഷിപ്പ് SMAസിൽ ഫെലോഷിപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യാൻ കാത്തിരിക്കുകയാണ് ആര്യ. അതുകൂടാതെ ഡോക്ടർ ആര്യ ഒരു മൾട്ടി ടാലന്റഡ് വ്യക്തി കൂടെയാണ്. ആര്യ എല്ലാ കലാ മേഖലയിലും കൂടെ കഴിവ് തെളിയിച്ചൊരു വ്യക്തിയാണ്. പടം വരയ്ക്കാനും ഡാൻസ് കളിക്കാനും ഒക്കെ ഈ സർജറിയുടെ തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തുന്ന ഒരാളാണ് ഡോക്ടർ ആര്യ. അടുത്തത് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഹരികൃഷ്ണനാണ്. ഡോക്ടർ ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്നും MBBS കഴിയുകയും അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലും കാലിക്കറ്റിലുമായിട്ടാണ് ന്യൂറോ സർജറിയിലേക്ക് കടന്നിട്ടുള്ള MCH കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് പൂർത്തിയാക്കി ഇപ്പോ പത്തനംതിട്ട മുത്തൂർ ഹോസ്പിറ്റലിൽ ന്യൂറോ സർജനായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. ഇനിയിപ്പോ ഗ്ലാത്തൂർ മാഷ് കാര്യങ്ങൾ മോഡറേറ്റ് ചെയ്യുമല്ലോ അല്ലേ? പരിപാടിയിലേക്ക് വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. ടോട്ടത്തിന്റെ ഒരു പരിപാടിയിൽ ആദ്യമായിട്ട് പങ്കെടുക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ഇത് നമ്മള് ടുഗദർ ഫോർ ഹെൽത്ത് സ്റ്റാൻഡ് വിത്ത് സയൻസ് എന്ന് പറയുന്ന ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ സ്റ്റാൻഡ് വിത്ത് സയൻസ് എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും സയൻസിന്റെ കൂടെ അല്ലാതെയും നമ്മൾ പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു വിഷയം വന്നത്. ഇതിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ പറ്റിയതിലുള്ള സന്തോഷം. ഡോക്ടർ നിഷ, ഡോക്ടർ ആര്യ, ഹരീഷ്ണൻ, എല്ലാവർക്കും സ്വാഗതം. ഞാൻ അതിന്റെ ഒരു ഇൻട്രോ, നമ്മള് ഒരു സയൻസും നമ്മുടെ ചികിത്സാ ശാസ്ത്രവുമായിട്ടുള്ള ഒരു ബന്ധത്തില് തുടങ്ങിക്കൊണ്ട് നമുക്ക് ഈ ചർച്ചയിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ ആരോഗ്യവകുപ്പില് 10-30 വർഷം ജോലി ചെയ്തിട്ട് പിരിഞ്ഞ ഒരാളാണ്. സയൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആൾക്കാരില് ശാസ്ത്ര അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാണ്. ആരുടെ മൈക്ക് ഓണാണ്. ആ മൈക്ക് ഒന്ന് ഓഫ് ചെയ്താലേ എൻ്റെ ഒരു എക്കോ വരുന്നുണ്ട്. ഓക്കെ. ശാസ്ത്രാവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമം കുറെ കാലമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. സയൻസ് പോർട്ടലുകളിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടു മരുന്നുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പല വിഷയങ്ങളിലും എന്നാലാവുന്ന വിധത്തിലൊക്കെ ഇടപെടുന്ന ഒരാളാണ്.
ഇപ്പൊ എനിക്ക് ഏറ്റവും കൗതുകകരമായിട്ട് തോന്നാറ്, നമ്മൾ പലപ്പോഴും സയൻസ് എന്ന് പറയുന്നത് മോഡേൺ സയൻസ് മാത്രമാണ് സയൻസ് എന്ന് വാശി പിടിക്കുന്നതായിട്ട് പലരും പരാതിപ്പെടാറുണ്ട്. അതായത് ശാസ്ത്രം എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് ഉണ്ടായതല്ല. സയൻസ് എന്ന് പറയുന്നത് ദീർഘകാലത്തെ മാനവ രാശിയുടെ ചരിത്രത്തോളം പഴക്കമുള്ളതാണ്. നമ്മൾ തീ കണ്ടുപിടിക്കുന്നത് സയൻസ് ആണ്, ചക്രം കണ്ടുപിടിച്ചത് സയൻസ് ആണ്, ആയുധങ്ങൾ കണ്ടുപിടിച്ചത് മൂർച്ചയെ പറ്റിയിട്ട് ഒക്കെ നമ്മൾ സയൻസിന്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ എല്ലാ സയൻസും നമ്മുടെ ഇന്ന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളായാലും ശാസ്ത്ര സാങ്കേതിക വിദ്യ ആയാലും മാനവ ചരിത്രം തൊട്ടുള്ള ഒരു തുടർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ മോഡേൺ സയൻസ് എന്ന് പറയുന്നത് അങ്ങനെ ഒന്ന് അതിന് പ്രസക്തിയില്ല. അപ്പോൾ നമ്മൾ എല്ലാ തരത്തിലുള്ള ചികിത്സാ രീതികളെയും നമ്മൾ എത്നിക് മെഡിസിൻ തൊട്ടിട്ട് പാരമ്പര്യ ചികിത്സ തൊട്ടിട്ട് ലോകത്തെങ്ങും നിലവിൽ നിന്നിരുന്ന എല്ലാതരം ചികിത്സാ രീതികളെ ഒരേപോലെ കണ്ടുകൊണ്ട് അവയ്ക്കൊക്കെ ഒരേ തരത്തിലുള്ള വിലയും നിലയും കൊടുത്തുകൊണ്ട് സമീപിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പൊതുവെ ഉള്ളത്. എപ്പോഴും പറയുമ്പോഴും ഓരോ രാജ്യക്കാരും, ഇപ്പം ചൈനക്കാരാണെങ്കിൽ അങ്ങനെ, ജപ്പാൻകാരാണ് അങ്ങനെ ഒക്കെ, ഓരോരാളും അവരുടേതായിട്ടുള്ള പാരമ്പര്യ ചികിത്സാ രീതികളായിരുന്നു ലോകത്തിലെ ഏറ്റവും മികച്ചത്. അതിന്റെ തുടർച്ചകൾ മാത്രമാണ് പലതും. നമ്മൾ പറയുമ്പോൾ നമ്മുടെ ചരകനും സുശ്രുതനും തൊട്ട് അങ്ങോട്ട് പറയാൻ തുടങ്ങും. ആയുർവേദത്തിന്റെ മഹത്വം പറയും, ചൈനീസ് മെഡിസിൻ അവർ അക്യുപഞ്ചറിന്റെ പറയും. അങ്ങനെ ഓരോ രാജ്യങ്ങളിൽ, യൂറോപ്പിൽ വളരെ വൈകിട്ടാണെങ്കിലും അവരുടെ ചികിത്സാ രീതികൾ, അറേബ്യൻ മെഡിസിൻസ്, ഇതിന്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന്റെയൊക്കെ തുടർച്ചകൾ അത് ഇന്നും അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതിൽ ഒരു തെറ്റില്ല, അതും സയൻസ് തന്നെയാണ് എന്നുള്ള ഒരു ന്യായം, വാദം വരും. അവിടെയാണ് ഒരു ചെറിയ പ്രതിസന്ധി നമുക്ക് വരുന്നത്. നമുക്ക് അറിയാം, ഇപ്പോഴത്തെ നമ്മുടെ ചികിത്സാ രീതികൾ എന്ന് പറയുന്നത്, മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോഡേൺ സയൻസ് എന്ന് പറയുന്നത്, നമ്മൾ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ശാസ്ത്ര രീതി തുടങ്ങിയിട്ട് അത്ര കൊല്ലമൊന്നും ആയിട്ടില്ല. 500 അല്ലെങ്കിൽ 400 കൊല്ലത്തിന്റെ ഒരു പഴക്കം മാത്രമുള്ളതാണ്. അത് മുൻപുണ്ടായിരുന്ന എല്ലാ ശാസ്ത്ര അറിവുകളെയും കൂടി ഉപയോഗിച്ചുകൊണ്ട് അന്നുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിശാസ്ത്രം പിന്തുടർന്നുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്കറിയാം എത്രയോ കാലമായിട്ട് 2000 കൊല്ലത്തിന്റെ പഴക്കമുള്ള ചികിത്സാ രീതികളുണ്ട്. ഈ 2000 കൊല്ലത്തിന് മുമ്പ് തന്നെ നമ്മൾ പറയുമ്പോൾ പഴയ നമ്മൾ റൈനോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കാറ്ററാക്റ്റിന്റെ സർജറി ചെയ്തിട്ടുണ്ട്, നമ്മൾ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇത്രയും വർഷം മുമ്പ് ചെയ്തിരുന്നത് പിന്നെ എവിടെ വെച്ചാണ് നിലച്ചു പോയത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതിന്റെ സ്വാഭാവികമായിട്ടുള്ള അതിന്റെ ഒരു വളർച്ച നടക്കാതെ പോയത് എന്തുകൊണ്ടാണ്? ആ രീതിശാസ്ത്രം ഇത്രയും കൊല്ലത്തിന് ശേഷം അതുപോലെ തന്നെ ഒരു മതം പോലെ, അല്ലെങ്കിൽ അന്ന് ആചാര്യന്മാർ എഴുതി വെച്ചതിന്റെ അപ്പുറത്തേക്ക് പോവാതെ എന്തുകൊണ്ട് പോയി? അവിടെയാണ്. അതേസമയം നമുക്കറിയാം ഈ 400 വർഷത്തിന്റെ ശേഷം ഒരുതരം സയൻസിൽ ഉണ്ടായിരുന്ന ഒരു റവല്യൂഷൻ പോലെ സംഭവിക്കുന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്ന വലിയ കുതിച്ചുചാട്ടമാണ്. അതായത് ഈ 2000 വർഷം കൊണ്ടൊക്കെ, അല്ലെങ്കിൽ മാനവ ചരിത്രത്തിലെ നമ്മുടെ സിവിലൈസേഷന്റെ ഒരു കാലം എന്നൊക്കെ പറയുന്നത്, നമ്മൾ കൃഷി തുടങ്ങിയ ഒരു 10,000 വർഷത്തിന്റെ ശേഷം നമ്മൾ ഒരു 5000 വർഷത്തിന്റെ ഒക്കെ നമ്മുടെ സംസ്കാര ചരിത്രം പറയുമ്പോൾ അതിൽ നിന്നൊക്കെ നേടിയ അറിവുകളുടെ അല്ലെങ്കിൽ ശാസ്ത്ര പുരോഗതിയുടെ ഒക്കെ അളവിന്റെ എത്രയോ വലിയ ഒരു കുതിച്ചുചാട്ടമാണ് 17-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ട് തുടർന്നിട്ട് ഇങ്ങോട്ട് ഉണ്ടായിരുന്ന ഒരു വെറും 400 വർഷം കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടായത്. അപ്പോൾ ആ ഒരു മാറ്റം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത്, അപ്പൊ യൂറോ സെൻട്രിക് ആയിട്ടുള്ള അറിവുകളുടെ ഒരു രീതി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കതിനെ കളിയാക്കാമെങ്കിലും നമുക്ക് ഇന്നറിയാം മോഡേൺ സയൻസ് എന്ന് പറയുന്നത് യൂറോപ്പിന്റെ സയൻസ് ഒന്നുമല്ല. ലോകത്തെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറിക്കൊണ്ട് വ്യക്തി കേന്ദ്രീകൃതമോ രാജ്യകേന്ദ്രീകൃതമോ ആയിട്ട് ഒന്നും ഉള്ളതല്ല മോഡേൺ സയൻസിന്റെ പിന്തുടരുന്ന ഒരു രീതിശാസ്ത്രം. അപ്പം അതിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അതിനു മുമ്പുണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള ചികിത്സാ ശാസ്ത്രങ്ങളെയും അതിനോടൊപ്പം എത്തിക്കാൻ പറ്റി അതൊക്കെ മോഡേൺ സയൻസ് തന്നെയായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും. അപ്പൊ അതിലുള്ള ഒരു വ്യത്യാസം മാത്രമാണ് നമ്മളെ വ്യത്യസ്തമാക്കുന്നത്, അതിന്റെ ഒരു രീതിശാസ്ത്രം. അതായത് അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത് നമ്മളെ തെളിവധിഷ്ഠിതമല്ല. നമ്മള് വ്യക്തികളെ അല്ലെങ്കിൽ ഒരു പരീക്ഷണങ്ങളെക്കാൾ കൂടുതലായിട്ട് ചില മുൻവിധികൾ അല്ലെങ്കിൽ തത്വചിന്ത, ഫിലോസഫീനൊക്കെ പ്രാധാന്യം നൽകിയിട്ടാണ് നമ്മൾ അന്ന് ചികിത്സകൾ തുടങ്ങിയത്. പലതും ഒരു മിസ്റ്റിക് വിശ്വാസങ്ങളുടെ ഒക്കെ അല്ലെങ്കിൽ മതപരമായ താല്പര്യങ്ങളുടെ ഒക്കെ അതിൽ നിന്നൊന്നും മുക്തമായിട്ടല്ല നമ്മൾ ചെയ്തിരുന്നത്. അപ്പോ പുതിയ നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്നത് പുതിയൊരു രീതിശാസ്ത്രം നമ്മൾ കൊണ്ടുവന്നു. എങ്ങനെയായിരിക്കണം പലതരത്തിലുള്ള സയൻസിന്
നമ്മൾക്ക് വൈദ്യശാസ്ത്രത്തിന് വരുമ്പോഴേക്ക് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ള ഒരു കാര്യത്തിൽ തെളിവധിഷ്ഠിതമായിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇത് വന്നു. അതേപോലെ ക്ലിനിക്കൽ ട്രയൽസ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റി. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ആ ഒരു വിഷയത്തിലേക്കാണ് നമുക്ക് എത്തേണ്ടത് എന്ന് തോന്നുന്നു. അപ്പോ അതിലും നമുക്കിപ്പോ പറയുമ്പോൾ പഴയ കാലത്തുണ്ടായിരുന്ന പല ചികിത്സാ രീതികളെയും നമ്മൾ ചില വ്യക്തികളോടുള്ള നമ്മുടെ ആരാധന അല്ലെങ്കിൽ നമ്മൾ അവരെ വലിയൊരു പൊസിഷനിൽ കണക്കാക്കിക്കൊണ്ട് അവർ പറഞ്ഞ അതിനെ പോലെ തന്നെ പിന്തുടർന്നിട്ടുണ്ട്. അപ്പം ഏറ്റവും കൗതുകരമായിട്ട് എപ്പോഴും നമ്മൾ പറയുന്നത് നമ്മുടെ അരിസ്റ്റോട്ടലിന്റെ ഒക്കെ കാര്യമാണ്. ഇപ്പോ അരിസ്റ്റോട്ടലിന് എത്രയോ കാലം നമുക്ക് അറിയാം, എത്രയും വലിയ ചിന്തകനായിട്ടൊക്കെ കണക്കാക്കിയെടുക്കുന്നു. അദ്ദേഹത്തിന്റെ പല തിയറികളും അദ്ദേഹം പറഞ്ഞത് സ്ത്രീകൾക്ക് എപ്പോഴും 28 പല്ലേ ഉണ്ടാവുള്ളൂ എന്നാ. അതായത് സ്ത്രീകൾക്ക് മാത്രമല്ല പല ജീവികൾക്കും, ഗോട്ടിനും ഷീപ്പിനും ഒക്കെ സ്ത്രീകൾക്ക് പെൺ വിഭാഗത്തിന് 28 പല്ലും ആണിന് കൂടുതലും ഉണ്ടാവും, 32 മനുഷ്യനുണ്ടാവുന്നു. പക്ഷെ എത്രയോ കാലം, ആയിരക്കണക്കിന് കൊല്ലം മെഡിക്കൽ സ്കൂളുകളിൽ അത് തന്നെയായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതായത് സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാളും കുറവായിരിക്കുന്നു. അതായത് അതിനെ ചോദ്യം ചെയ്യാനോ അരിസ്റ്റോട്ടിലിനും തെറ്റുപറ്റാമോ എന്നുള്ള ഒരു ധാരണയോ അതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹം തന്നെ നമുക്കറിയാവുന്നത്, അതായത് ഈ സ്വയമേവയുള്ള ജനിക്കാനുള്ള കഴിവ് ഉള്ള ഇപ്പൊ അഴുകിയ മാംസത്തിൽ നിന്നും ഈച്ചകളും ചളിയിൽ നിന്നും ഈലുകളൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവും എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അദ്ദേഹം അങ്ങനെ എഴുതുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ലൂയി പാസ്റ്ററിന്റെ ഒക്കെ കാലമായപ്പോഴത്തേക്കാണ് ഇത്തരത്തിലുള്ള പല രോഗധാരണകളെ പറ്റി പോലും മാറ്റിയത്. അതേപോലെ ഐസക് ന്യൂട്ടൻ ആയാലും നമുക്കറിയാം ഏറ്റവും ലോകത്തിന്റെ ഗുരുത്വാകർഷണ നിയമത്തിലെ കണ്ടുപിടുത്തത്തിലൂടെയൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തി. അദ്ദേഹവും അൽക്കെമിയുടെ ഒരു മേഖലയിൽ അദ്ദേഹത്തിന്റെ വളരെയധികം വർഷങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. അതായത് ഈ ബേസ് മെറ്റൽസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെർക്കുറി പോലെയുള്ള സാധനങ്ങളെയൊക്കെ സ്വർണമാക്കി മാറ്റാൻ പറ്റുമെന്ന് നമുക്കിന്ന് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം അതിൽ ഒട്ടും അതൊരു ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാലമാണെന്ന് നമുക്കറിയാം. അതായത് ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം വർഷങ്ങളോളം പരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നതാണ്. ആ ഒരു അതേപോലെ തന്നെ പല ശാസ്ത്രജ്ഞന്മാർക്കും അതേപോലെ നമ്മൾ ഇന്ന് വലിയ ശാസ്ത്രജ്ഞന്മാരായിട്ട് തന്നെ ഇപ്പോഴും നമ്മൾ കൊണ്ടാടുന്നവരുടെ ചില കാര്യങ്ങളിൽ അവർ വ്യക്തിപരമായിട്ടുണ്ടായിരുന്ന ഇപ്പോ ലോർഡ് കെൽവിനൊക്കെ നമുക്കറിയാം. കെൽവിനിലൊക്കെയാണ് നമ്മൾ താപത്തിന്റെ ഒക്കെ അളവ് പറയുന്നത്. തെർമോഡൈനാമിക്സിലൊക്കെ വലിയ വിപ്ലവങ്ങൾ ചെയ്ത അദ്ദേഹമാണ്. അദ്ദേഹത്തിന് തന്നെ ഇപ്പം അദ്ദേഹം വന്ന് പറഞ്ഞു തന്ന വിമാനങ്ങൾ അസാധ്യമാണ്, അതായത് ഒരിക്കലും ഭാരമുള്ള വസ്തുക്കൾക്ക് യന്ത്രങ്ങൾക്ക് വെച്ചിട്ട് പറപ്പിക്കാൻ പറ്റില്ല എന്നായിരുന്നു അദ്ദേഹം ഉറപ്പിച്ചത്. പക്ഷെ നമുക്കറിയാം റൈറ്റ് സഹോദരന്മാർ വളരെ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ വിമാനം കണ്ടെത്തുന്നുണ്ട്. അതേപോലെ എക്സ്റേ ഒക്കെ വെറും തട്ടിപ്പാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം. അതേപോലെ തന്നെ ലീനസ് പോളിംഗ് ഒക്കെ നമുക്ക് ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരായിട്ട് കൊണ്ടാക്കുന്ന അദ്ദേഹം പറഞ്ഞത് വിറ്റാമിൻ സി ആണ് എല്ലാ കൂടിയ അളവിൽ, അതായത് മെഗാഡോസിൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരുവിധം ക്യാൻസർ തൊട്ടിട്ട് ജലദോഷം വരെയുള്ള എല്ലാ രോഗങ്ങളുടെയും പരിഹാരം അതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അത് അദ്ദേഹം പഠിപ്പിക്കാനും ശ്രമിച്ചിരുന്നു. അങ്ങനെ പല ശാസ്ത്രജ്ഞന്മാരും നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന പലരും അങ്ങനെ ഒരു ഈ സയൻസിന്റെ നമ്മൾ കുലഗുരുക്കളുമായിട്ട് കരുതുന്നവർ പോലും അവരുടെ ചില കാര്യങ്ങളിൽ അവർക്കും തെറ്റുപറ്റിയിട്ടുണ്ട്, നമുക്ക് അറിയാം. അപ്പോൾ അവരിലും അതുകൊണ്ട് തന്നെ സയൻസ് എന്ന് പറയുന്ന മോഡേൺ സയൻസ് എന്ന് പറയുന്നത് ഈ അവസാന വാക്ക് ആയിട്ടൊന്നും നമുക്ക് പറയാതിരിക്കുന്നത്. സയൻസിൽ അങ്ങനെ അവസാന വാക്കില്ല, വീണ്ടും വീണ്ടും തിരുത്തിക്കൊണ്ട് അവ കൂടുതൽ ശരിയിലേക്ക് പോകുന്ന ഒരു ശാസ്ത്രമാണ്. അപ്പോൾ അതില് എത്രയോ കാലം ചികിത്സാ രീതി ഒരു ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ നമുക്കറിയാം പല കാര്യങ്ങളിലും നമ്മൾ വിശ്വസിച്ചിരുന്നതിൽ നിന്നും ഇപ്പോ ഒരു എംപിറിക്കൽ മെഡിസിൻ ആയിരുന്നു നമ്മൾ ആ ഒരു രീതിയായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. ഇപ്പം അതായത് ഒരു ഇല ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേദന കുറയുന്നു, അപ്പോൾ നമ്മൾ അതിനെ മരുന്നായിട്ട് ഉപയോഗിക്കും. വീണ്ടും ട്രയൽ ചെയ്ത് നോക്കും, അല്ല അതിലും വേറൊരു ഇല കാണുമ്പോൾ അതിനെ ട്രയൽ ചെയ്ത് നോക്കും. അത് മാറുന്നു എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ. അതെന്തുകൊണ്ട് മാറുന്നു, അല്ലെങ്കിൽ ഇത് എപ്പോഴും എല്ലാ രോഗവും സമാനമായിട്ടുള്ള ലക്ഷണമുള്ള എല്ലാ രോഗവും മാറുമോ എന്നുള്ള കാര്യത്തിലൊക്കെ നമ്മൾ വളരെ വൈകിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ചിലതൊക്കെ ഗുണകരമായിട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെ കൊണ്ടുള്ള മറ്റു പ്രശ്നങ്ങളൊന്നും നമ്മൾ അന്നും പഠിച്ചിട്ടില്ല. നമുക്ക് ജെയിം തിയറി ഒക്കെ വരുന്നതോട് കൂടിയിട്ടാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും.
അപ്പോ ഈ ഇത്രയും കാലം തുടർന്നുകൊണ്ടിരുന്ന നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന ആയുർവേദമോ ഹോമിയോപ്പതിയോ ഒക്കെ പോലെയുള്ള ചികിത്സാ ശാസ്ത്രങ്ങൾ സൂഡോ സയൻസ് ആയിട്ട്, അല്ലെങ്കിൽ അതിൽ ഒരു വലിയ ഭാഗമെങ്കിലും സൂഡോ സയൻസ് ആയിട്ട് നമ്മൾ പറയാനുള്ള ഒരു കാരണം അവയൊന്നും ഈ പറഞ്ഞ ആധുനിക സയൻസിന്റെ രീതിശാസ്ത്രങ്ങളെ പിന്തുടരുന്നില്ല എന്നുള്ളതാണ്. അത് ഒരു നമുക്ക് സയന്റിഫിക് ആയിട്ടുള്ള ഒരു രീതി ശാസ്ത്രമുണ്ട്, അതിന് അവർക്ക് പിന്തുടരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയലുകളോ അതൊന്നും ഇതിന് ഈ രണ്ട് ചികിത്സാ രീതികളിലും നടപ്പിലാക്കുന്നില്ല. അപ്പോ അതേപോലെ നമ്മൾ ഡബിൾ ബ്ലൈൻഡ് ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമേ അല്ല. അതുകൊണ്ട് തന്നെ അതിന് ആരോഗ്യ രംഗത്ത് അല്ലെങ്കിൽ ചികിത്സാ ശാസ്ത്ര രംഗത്ത് നമ്മൾ ഇപ്പോഴും ഈ പറഞ്ഞ RCT തന്നെയാണ് തുണക്കുന്നത്. പക്ഷെ RCTയിലും ചിലപ്പോഴൊക്കെ ചില വെള്ളം ചേർക്കലുകളോ ചിലപ്പോഴും പിന്നീട് അതിൽ തെറ്റായിട്ടുള്ള ചില നിഗമനങ്ങളിൽ എത്തിയതിനൊക്കെ ഉദാഹരണങ്ങൾ ഉണ്ടെങ്കിലും അതും തിരിച്ചറിഞ്ഞുകൊണ്ട് വീണ്ടും നമുക്ക് തിരുത്താൻ പറ്റുന്നുണ്ട്. അപ്പോ മോഡേൺ മെഡിസിന്റെ ഈ പറഞ്ഞ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അതാണ്. നമുക്കറിയാം എത്രയോ കാലം നമ്മൾ മെഡിക്കൽ സ്കൂളുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ശാസ്ത്രം അല്ലെങ്കിൽ ആധുനിക വൈദ്യം എന്നൊക്കെ നമ്മൾ ഒരു കാലത്ത് വിളിച്ചിരുന്നത് കഴിഞ്ഞ 1900-ന്റെ തുടക്കം വരെയും അല്ലെങ്കിൽ 1800-കളുടെ അവസാനം വരെയും ഉണ്ടായിരുന്നത് ഇന്ന് നമ്മൾ അലോപ്പതി എന്ന് വിളിക്കുന്ന ചികിത്സാ ശാസ്ത്രമായിരുന്നു. അലോപ്പതി എന്ന് പറയുന്നത് ഹനുമാൻ കളിയാക്കി വിളിച്ചിരുന്നതായിരുന്നു. അതായത് വിപരീത ഗുണങ്ങൾ ഉണ്ടാകുന്നു. അതായത് ഒരാൾക്ക് പനി വരുമ്പോൾ അദ്ദേഹത്തിന് തണുപ്പിച്ചാൽ ആ പനി കുറയും. അതുകൊണ്ട് അത് അത്തരത്തിലുള്ള നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ചികിത്സയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചികിത്സയായതുകൊണ്ട് അലോപ്പതി എന്ന് അദ്ദേഹം വിളിച്ചത് നമുക്കറിയാം. ആ കാലത്ത് വരെ നിലനിന്നിരുന്ന എത്രയോ കാലമായിട്ട് ഹീറോയിക് മെഡിസിൻ എന്ന് വിളിക്കുന്ന ഗ്രീസിലെയും ഒക്കെ യൂറോപ്പിലെയും ഒക്കെ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള നമ്മൾ പലപ്പോഴും നമ്മുടെ ആയുർവേദത്തിലടക്കം അത്തരത്തിലുള്ള പഞ്ചഭൂതങ്ങളുടെ ഒരു ഇടപെടൽ മൂലം ഉണ്ടാകുന്ന വാതപിത്ത കഫങ്ങളുടെ ദോഷം മൂലമാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള ഒരു വിശ്വാസപ്രകാരം അല്ലെങ്കിൽ ഒരു സങ്കല്പത്തിൽ ഉണ്ടായിരുന്ന ചില നമ്മുടെ ആയുർവേദത്തിന്റെ ഒരു അടിസ്ഥാനം. അതുപോലെ ഹീറോയിക് മെഡിസിൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ 4 ദ്രവങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ള കറുത്ത പിത്തം മഞ്ഞപ്പിത്തം എന്നൊക്കെ പറഞ്ഞിട്ട് ഫയം എന്നൊക്കെ പറയുന്ന ആ ദ്രാവകങ്ങളുടെ അളവിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് രോഗങ്ങൾക്ക് കാരണം എന്ന് വിശ്വസിക്കുക. അത് വലിയ നമ്മളിന്ന് നമ്മുടെ സയൻസിലൊക്കെ നമ്മൾ കൊണ്ടാടുന്ന പലരും അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവയുടെ ആ ബാലൻസ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്ന ചികിത്സകൾ രക്തഊറ്റിക്കളയല്, വമനം, അത് ഛർദിപ്പിക്കല്, അല്ലെങ്കിൽ വിരേചനം, അല്ലെങ്കിൽ വയറ്റിളക്കിക്കല്, പൊള്ളിക്കല്, അങ്ങനെയൊക്കെ വളരെ ക്രൂരമായിട്ടുള്ള ചികിത്സ. ഹീറോയിക് മെഡിസിൻ എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള ഒരാളെ ചികിത്സിക്കുന്ന ഒരു രീതി. അങ്ങനെ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ചികിത്സകൾ കുറെ കഴിയുമ്പോഴാണ് നമ്മൾ ഈ ചികിത്സ ചെയ്തുകൊണ്ടാണോ രോഗം മാറുന്നത്. നമ്മൾ ഇന്ന് പ്ലാസിബോ എഫക്റ്റുകളെ പറ്റിയിട്ട് പറയുന്നതിന്റെ നേരെ വിപരീതം. കഠിനമായ ചികിത്സ ചെയ്തുകൊണ്ടാണോ അദ്ദേഹത്തിന്റെ രോഗം മാറിയത്, അവർക്ക് ചികിത്സ കൊടുത്തില്ലെങ്കിൽ രോഗം മാറുമായിരുന്നു എന്നുള്ള ടെസ്റ്റിങ്ങുകളൊക്കെ വരുന്ന വൈകിയാണ്. അതുവരേക്കും എത്രയോ നൂറ്റാണ്ടുകൾ ഈ ചികിത്സാ രീതി തുടർന്നിരുന്നു എന്നുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജോർജ് വാഷിംഗ്ടൺ മരിക്കുന്നത് അദ്ദേഹത്തിന് വന്ന ഒരു ചെറിയ തൊണ്ടക്കുള്ള ഒരു അസുഖത്താണ്. അതിന് അദ്ദേഹത്തിന് ചെയ്തത് ഈ പറഞ്ഞ 12 മണിക്കൂറിനുള്ളിൽ 2.5 ലിറ്ററോളം വെള്ളം അദ്ദേഹത്തിന്റെ ഒഴുക്കി കളഞ്ഞു. യൂറോപ്പിൽ മുഴുവൻ ആ കാലത്ത് മുഴുവൻ പ്രധാനമായിട്ട് ചെയ്ത ലീച്ച് തെറാപ്പികളായിരുന്നു. അതായത് രക്തം ഒഴുക്കി കളയുന്നത്. സ്ത്രീകൾക്കൊക്കെ അതിന് കുറച്ച് വിഷമമുണ്ടെങ്കിൽ അതിന് പകരം ലീച്ചുകളെ പിടിപ്പിച്ചിട്ടുകൊണ്ട് രക്തം ഊറ്റി കുറെ കളയുക. 100 കണക്കിന് ലീച്ചുകൾ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിൽ പിടിപ്പിച്ചിട്ട് രക്തം ഊറ്റിയിട്ട് രക്തത്തിന്റെ അളവ് കുറയുന്നതോടുകൂടി രോഗം കുറയും എന്നുള്ള വിശ്വാസം. നമ്മളൊരു തമാശയായിട്ടല്ല, ഇന്ത്യയിൽ നിന്നടക്കം പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ലീച്ചുകളെ പിടിക്കുന്ന തൊഴിലിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഇടപെട്ടിരുന്നു. പഴയ വേർഡ്സ്വർത്തിന്റെ ഒക്കെ കവിതകളിലൊക്കെ ഈ ഇത്തരത്തിലുള്ള ലീച്ചിനെ പിടിക്കാൻ പോകുന്ന സാധാരണ ആൾക്കാരെയൊക്കെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. ഈ ലീച്ചുകളുടെ കയറ്റുമതി, യൂറോപ്പിലേക്കുള്ള കയറ്റുമതി വലിയൊരു വ്യവസായമായിരുന്നു. ഈ കറുപ്പ് യുദ്ധമൊക്കെ പോലെ ലീച്ച് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് ലീച്ചിനെ ഇറക്കുമതിക്ക് വേണ്ടിയിട്ടുള്ള അതിന്റെ ഉടമസ്ഥാവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാ യൂറോപ്പിലെ പ്രധാനപ്പെട്ട എല്ലാ ഹോസ്പിറ്റലുകളിലും ലീച്ചുകളെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഭരണികളായിരുന്നു. നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നും. ഇതൊക്കെ പഴയ കാലത്ത് നടന്ന പോലും ഇത്തരത്തിലുള്ള പ്രാകൃതമായിട്ടുള്ള ബാർബറിക് ആയിട്ടുള്ള ചികിത്സ മോഡേൺ മെഡിസിന്റെ ഭാഗമായി എന്ന് നമ്മൾ കരുതുന്ന അവിടെ പോലും നടന്നിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ നമ്മുടെ
സൈക്യാട്രിയിലെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് കണക്കാക്കുന്ന ഒരാളാണല്ലോ വാട്ടർ ഫ്രീമാൻ എന്ന് പറയുന്നത്. അദ്ദേഹം 1971 മരിക്കുന്നത്. അദ്ദേഹം ഞാൻ ജനിക്കുന്ന കാലത്ത് പോലും അദ്ദേഹം ചികിത്സ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രമാദമായിട്ടുള്ള എന്ന് പറയുന്ന ലോബോട്ടോമി എന്ന് പറയുന്ന സർജറി അദ്ദേഹം മാത്രമായിട്ട് ഈ സൈക്യാട്രിക് ഹോസ്പിറ്റലുകളിൽ ന്യൂറോ സർജൻ അല്ലാത്ത ഇദ്ദേഹം ഫ്രീമാനാണ് സർജറി ചെയ്തുകൊണ്ട്, സർജറി എന്ന് അദ്ദേഹം പേരിട്ടിട്ടില്ല, അതിനെ ലോബോട്ടോമി എന്ന് വിളിച്ചു. അദ്ദേഹം നമുക്കറിയാം കണ്ണിന്റെ ഈ ഐബോളിന്റെ ഉള്ളിലേക്ക് കൂടി ഒരു തരം നമ്മള് പിന്നു പോലത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ ഐസ് പിക്കുകൾ പോലെയുള്ള സാധനങ്ങൾ കുത്തിക്കയറ്റി, അതിനു മുമ്പ് അദ്ദേഹം അനസ്തീഷ്യ നമ്മളെ ഒരു തരം പ്രത്യേക തരത്തിലുള്ള അനസ്തീഷ്യ ഒക്കെ കൊടുത്തിട്ട് അദ്ദേഹം ചെയ്തിരുന്ന ഉള്ളിൽ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അത് 100 കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അത് 1000 ആൾക്കാർക്ക് ചികിത്സ ചെയ്തിട്ടുണ്ട്. 1967 കണ്ടാണ് അദ്ദേഹത്തിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് അത്രയും കാലം അദ്ദേഹം ഈ ചികിത്സ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അത് ഈ ഒരു നൂറ്റാണ്ടിലും, അതായത് നമ്മൾ ഈ പറയുന്ന കാലത്ത് പോലും അദ്ദേഹം ചെയ്തു എന്നുള്ളത് നമുക്ക് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ മെന്ററൊക്കെ ആയിരുന്ന ആളാണ് നമുക്ക് 1946 നൊബേൽ പ്രൈസ് കിട്ടുന്നത് ഈ സൈക്യാട്രിയിൽ. അപ്പോ അത്രയും വലിയൊരാള് പോലും പിന്നീട് ഇതിന് ഏറ്റവും ബാർബറിക് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതി എന്നുള്ള, അദ്ദേഹം ആദ്യമൊക്കെ തലക്ക് നേരിട്ട് തന്നെ ഡ്രില്ല് ചെയ്തിട്ട് ദ്വാരമൊക്കെ ചെയ്തിട്ടുള്ള ചികിത്സകൾ വെറും ഫാർമസിന്റെ ഉള്ളിലൊക്കെ അദ്ദേഹം ചികിത്സ ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മള് കരുതുന്ന പലപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള വിശ്വാസ ചികിത്സ പോലെയുള്ള വ്യക്തികൾ ഒരു ഡോക്ടർക്ക് സ്വയം തോന്നിയിട്ട് ചെയ്യുന്ന തരത്തിലുള്ള ചികിത്സകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. എങ്കിലും അത് ഉടനെ തന്നെ തിരുത്തപ്പെടുന്ന വിധത്തിലുള്ള സയൻസിന്റെ രീതിശാസ്ത്രം, അതായത് അവയെ പരീക്ഷിക്കുക, നിരീക്ഷിക്കുക, ഒരു ഹൈപ്പോത്തസിസിലേക്ക് എത്തുക, അത് വീണ്ടും ട്രയൽ ചെയ്ത് നോക്കുക, അത് ഫാൾസിഫിക്കേഷന് സാധ്യതയുണ്ടോ നോക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നിലവിലുള്ള അറിവുകൾ വെച്ചിട്ട് ഇതാണ് ശരിയെന്ന് പറയുകയാണ് നമ്മൾ സയൻസ് ചെയ്യുന്നത്. കുറെ കൂടി മികച്ച ശരി ഇനിയും വരാനുണ്ട് എന്ന് കൂടി സമ്മതിച്ചുകൊണ്ടാണ് സയൻസിൽ എപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സയൻസിന്റെ ഒരു രീതിശാസ്ത്രം പിന്തുടരാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് ആളുകളിൽ എത്തിക്കാനായിരിക്കണം ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷൻ സഹായിക്കേണ്ടതെന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞ് കൂടിപ്പോയെന്ന് അറിയില്ല. അടുത്തതായിട്ട് ഇതിനെ എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ പ്രായോഗികമായിട്ടുള്ള ശാസ്ത്ര ചികിത്സാ രംഗത്ത് സാധ്യമാണ് എന്നുള്ളത് ആര്യ ഡോക്ടർ സംസാരിക്കുന്നു കരുതുന്നു. കേൾക്കാവോ? ടോട്ടത്തിന് കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സന്തോഷം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. വേൾഡ് ഹെൽത്ത് ഡേ ആണിന്ന്. ടുഗദർ ഫോർ ഹെൽത്ത്, സ്റ്റാൻഡ് വിത്ത് സയൻസ്. നല്ല ആരോഗ്യത്തിനായി ശാസ്ത്രത്തിനൊപ്പം മുന്നേറുക, അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ സപ്പോർട്ടോടുകൂടി നല്ല ആരോഗ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത്തവണത്തെ വേൾഡ് ഹെൽത്ത് ഡേയുടെ തീം. ഇപ്പം പറഞ്ഞു വരുമ്പോൾ നമ്മള് ഹെൽത്ത് എന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യം എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളുടെ ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത് എല്ലാം കൂടി ചേരുന്ന ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് എപ്പോഴും ഹെൽത്ത് എന്ന് പറയാം. അതാണ് ടുഗദർ ഫോർ ഹെൽത്ത് എന്നുള്ള. അതായത് ഇപ്പം ഞങ്ങൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഇതാണ് ടുഗദർ ഫോർ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രമായിട്ട് ഒരാളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലല്ല നമ്മളിപ്പോ ജീവിക്കുന്നത്. ഇപ്പം എനിക്കൊരു പനി വന്നാൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് മരുന്ന് കഴിക്കുന്ന, അല്ലെങ്കിൽ ഞാനൊരു മെഡിക്കൽ സ്റ്റോറിൽ പോയി പാരസെറ്റമോൾ വാങ്ങിച്ച് കഴിക്കുന്ന ആ കാലഘട്ടം മാറി നമ്മൾ ശാസ്ത്രീയമായി തന്നെ അതിനെ ഫേസ് ചെയ്യണമെന്നും ശാസ്ത്രീയമായ രീതിയിലുള്ള ചികിത്സകൾ എടുക്കണം എന്നുള്ളതുമാണ് നമ്മുടെ ഈ ഹെൽത്ത് ഡേയുടെ തീം മുമ്പോട്ട് വെക്കുന്നത്. അതായത് ഒരാളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരു സമൂഹം മൊത്തം, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ആ സമൂഹത്തിലുള്ള എല്ലാവരും പങ്കുചേരണം ടുഗദർ ഫോർ ഹെൽത്ത് സയൻസിന്റെ സഹായത്തോടു കൂടി. അപ്പം ഈ ടുഗദർ ഫോർ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് അസുഖങ്ങളെ കുറിച്ച് മാത്രമല്ല, ഇപ്പം അസുഖങ്ങളെ കുറിച്ച് അവബോധം ഉണ്ടാക്കുന്നതും, അല്ലെങ്കിൽ അസുഖങ്ങൾ നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതായത് ഹെൽത്ത് അവയർനെസ് ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഇത് രണ്ടും ഈ ടുഗദർ ഫോർ ഹെൽത്ത് എന്നുള്ള ഒരു കാര്യത്തിനകത്ത്, ആ ഒരു തീമിനകത്ത് വരുന്നതാണ്. ഏറ്റവും കൂടുതൽ ഹെൽത്ത് അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു രോഗത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ രോഗം എന്താണെന്നുള്ളത്. ഇപ്പം നമുക്കറിയാം നിപ്പ പോലത്തെയും കോവിഡ് പോലത്തെ അസുഖങ്ങൾ വന്ന സമയത്ത് ശാസ്ത്രീയമായ ചികിത്സാ രീതി തുടരുന്നതിനൊപ്പം തന്നെ അശാസ്ത്രീയമായ പല രീതികളിലുള്ള ചികിത്സ എടുത്തിട്ട് ആൾക്കാർ മരണമടഞ്ഞ് നമ്മൾ പത്രത്തിലും മറ്റു സോഷ്യൽ മീഡിയയിലും കണ്ടിട്ടുണ്ട്. അപ്പം എപ്പോഴും ഒരു രോഗം വരുമ്പം അത്
വാട്ട് എവർ ഇറ്റ് ഇസ്, കമ്മ്യൂണിക്കബിൾ, നോൺ കമ്മ്യൂണിക്കബിൾ, അല്ലെങ്കിൽ ഒരു പടർന്നു പിടിക്കുന്ന അസുഖമാണെങ്കിലും ആദ്യമേ ആൾക്കാരിലേക്ക് ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതും അതിന്റെ ചികിത്സയെ കുറിച്ചുള്ള സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മുടെ ലോഞ്ചിവിറ്റി കൂട്ടുകയും ആൾക്കാരിൽ മറ്റുള്ള ചികിത്സകളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ, അതായത് ഇപ്പം ചില ആൾക്കാർ പറയും ഈ ഒരു അസുഖത്തിന് ഹോമിയോ എടുത്താൽ മതി മാറും എന്ന് പറയും. ഹോമിയോയെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആളല്ല ഞാൻ, എങ്കിലും ഞാൻ പറയാണ് പോയിട്ടുള്ള ആൾക്കാരൊക്കെ വളരെ മോശമായിട്ട് നമ്മൾ തിരികെ വരാറുണ്ട്. പിന്നെ നമ്മളുടെ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ വെച്ച് ട്രീറ്റ് ചെയ്ത് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ആസ് എ സർജൻ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ മാഷ് പറഞ്ഞ പോലെ പല RCT, അതായത് റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ പോലത്തെ പല സ്റ്റെപ്പുകളോടെ പുറത്തേക്ക് വന്ന മെഡിസിൻസ് മാത്രം യൂസ് ചെയ്യുന്നതും, അല്ലെങ്കിൽ എവിഡൻസ് ബേസ്ഡ്, ഇപ്പം നമുക്കറിയാം ഒരാളുടെ ഷുഗർ 100 താഴെയാണെങ്കിൽ നോർമൽ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്റ്റഡിയാണ്, അത് എവിഡൻസ് ബേസ്ഡ് ആണ്. അതായത് നിങ്ങൾ 100 പേര് ചെയ്ത് നോക്കിയപ്പോൾ 95% വരെ ആൾക്കാർക്കും ഭക്ഷണത്തിന് മുമ്പുള്ള ഷുഗർ 100 താഴെയായിരുന്നു എന്നുള്ള ഒരു സ്റ്റഡിയാണ്, ഒരു എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ആണ്. അല്ലാണ്ട് എന്റെ ഷുഗർ 97 നോർമൽ, അല്ലെങ്കിൽ ഷുഗർ ഉള്ള ഒരാൾ വന്ന് പറയാണ് എന്റെ ഷുഗർ 100 നോർമലാണ് എന്ന് പറയുന്നതല്ല. ഇറ്റ് ഇസ് എൻ RCT, അത് കുറെ സ്റ്റഡികൾ ചെയ്തിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മളെപ്പോഴും സയൻസ് ബേസ്ഡ് ആയിട്ട് ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, ഒരു 5 വർഷം മുമ്പ് വരെ ഷുഗറിനൊരു ലഡു തെറാപ്പി ഉണ്ടായിരുന്നു. എനിക്കറിയില്ല ആരാണ് ചെയ്തുകൊണ്ടിരുന്നത്. ലഡു കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൺട്രോൾ ആവും, അതായത് മധുരം ഉണ്ടെങ്കിൽ മധുരമുള്ളത് കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞത്. പക്ഷെ ഇതിന്റെ എവിഡൻസ്, ഇതിന്റെ ശാസ്ത്രീയമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഡു കഴിക്കുന്നതനുസരിച്ച് നിങ്ങൾ വീണ്ടും ഡയബറ്റിക് ആവുന്നു, നിങ്ങളുടെ ഷുഗർ ലെവൽ കൂടുന്നു, നിങ്ങളുടെ കിഡ്നിക്ക് ഫംഗ്ഷൻ പോകുന്നു. കിഡ്നിക്ക് ഫംഗ്ഷൻ പോയി കഴിയുമ്പോൾ നമ്മളുടെ ദേഹത്തു നിന്നുള്ള ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്നത് കിഡ്നിയാണ്, യൂറിൻ വഴിയാണ് പോകുന്നത്. അപ്പൊ പ്രവർത്തനരഹിതമായ ഒരു കിഡ്നിക്ക് ഒരിക്കലും ഇൻസുലിനെ പുറത്തേക്ക് തള്ളാൻ കഴിയില്ല. അപ്പൊ പാങ്ക്രിയാസ് കുറച്ചുണ്ടാക്കുന്ന ഇൻസുലിൻ ബോഡിയിൽ തന്നെ കിടക്കാണ്. അപ്പൊ ആൾക്കാർക്ക് ഇൻസുലിൻ എടുക്കാണ്ട് തന്നെ ഷുഗർ കൺട്രോൾ ആവാണ്. ഇതാണ് ഇതിന്റെ ബേസ്. പക്ഷെ ലഡു കഴിക്കുമ്പോൾ ഇൻസുലിൻ എടുക്കേണ്ട, നിങ്ങളുടെ ഷുഗർ ഭേദമാകുന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുത്തു. ഇപ്പോഴും ഇവിടെ വരുമ്പോൾ പല രോഗികളും എനിക്ക് മധുരം കഴിക്കാം കുഴപ്പമില്ല എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷെ ഇതാണ് ഇതിന്റെ ബേസ് എന്നുള്ളത് നമ്മൾ ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കണമെങ്കിൽ ശാസ്ത്രീയമായി നമ്മൾ ശരിക്കും പുരോഗമിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പൊ നമ്മൾ പത്രത്തിനകത്താണെങ്കിൽ കൂടുതലും സ്വർണ്ണക്കടയുടെ പരസ്യവും ബാക്കിയുള്ള പരസ്യങ്ങളുടെ ഒപ്പം ഒരു ഹെൽത്ത് പേജ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പേജ് തന്നെ സത്യം പറഞ്ഞാൽ ഈ പത്രങ്ങൾക്കകത്ത് വേണ്ടതാണ്. ഓരോന്നിനെ കുറിച്ചുള്ള ഒരു അവബോധം ഓരോ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് എഴുതിപ്പിക്കേണ്ട ആർട്ടിക്കിൾസ്. കാര്യം കൂടുതലും ആൾക്കാർ വായിക്കുന്നത് പത്രവും TV ഒക്കെയാണ്, സോഷ്യൽ മീഡിയയോടൊപ്പം തന്നെ. സോഷ്യൽ മീഡിയയെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് ഇൻസ്റ്റാഗ്രാം ഡോക്ടേഴ്സിനെയും യൂട്യൂബ് ഡോക്ടേഴ്സിനെയും കുറിച്ച്, ബ്ലാത്തൂർ മാഷി യൂട്യൂബർ ആണെന്നറിയാം, എങ്കിലും ബ്ലാത്തൂർ മാഷി യൂട്യൂബ് ഡോക്ടർ അല്ലാത്തതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ഇത് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഇൻസ്റ്റയിൽ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ തെറ്റായ കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. ഞാൻ പേരെടുത്ത് പറയാതെ ഒരു കാര്യം പറയാം. പൈനാപ്പിൾ തിന്നുന്ന ഗർഭിണികളെ കുറിച്ചൊരു ഇൻസ്റ്റാഗ്രാം റീൽ ഉണ്ട്. അതിൽ 2 ഗൈനക്ക് ഡോക്ടർമാര്, ഇപ്പൊ മാഷ് പറഞ്ഞിരുന്നു നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഈ ഗൈനക്ക് എന്ന് പറയുന്നത് MBBS കഴിഞ്ഞിട്ടുള്ള ഗൈനക്ക് ഡോക്ടർമാരല്ല, ആയുർവേദത്തിലെ പ്രസവം എടുക്കുന്ന ഗൈനക്ക് ഡോക്ടർമാരാണ്. എനിക്ക് പേര് പറയാൻ താല്പര്യമില്ല. ഒരാൾ പറയുന്നു പൈനാപ്പിൾ തിന്നാൽ കുഴപ്പമില്ല, മറ്റൊരാൾ പറയുന്നു പൈനാപ്പിൾ തിന്നാൽ നല്ലതാണ്. ഇതിനൊരു എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൈനാപ്പിൾ തിന്നു കഴിഞ്ഞാൽ ഗർഭം അലസി പോകുന്നുള്ളത് ഞങ്ങളുടെ പുസ്തകത്തിലൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. ഇത് ആൾക്കാരിലേക്ക് തെറ്റായ ധാരണകൾ കൊണ്ടെത്തിച്ച് കൊടുക്കുകയാണ്. പൈനാപ്പിൾ തിന്നാൽ ഒന്നും സംഭവിക്കില്ല, അതാണ് സത്യമായ. പച്ച പൈനാപ്പിൾ ജ്യൂസ് അടിച്ചൊരു 2 കിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അബോർഷൻ സംഭവിക്കാം. അതിലെ പപ്പൈൻ കാരണം, അതിനകത്തുള്ള എൻസൈംസ് കാരണം. അല്ലാതെ ഒരു കഷ്ണം പൈനാപ്പിൾ കഴിച്ചു വെച്ചിട്ട് ഒന്നും പറ്റില്ല. തെറ്റായ ധാരണകൾ ഈ ഇൻസ്റ്റാഗ്രാം ഡോക്ടേഴ്സ്, നമ്മളിപ്പോ എപ്പോ നോക്കിയാലും എവിടെ നോക്കിയാലും ബോറടിച്ചാൽ ഉടനെ ഫോൺ എടുത്ത് ഇൻസ്റ്റാഗ്രാം തോണ്ടുന്ന ആൾക്കാരാണ് ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഉൾപ്പെടെ ഉള്ള എല്ലാവരും. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെറും വയറ്റിൽ വെള്ളം കുടിക്കണം. വെറും വയറ്റിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കോർട്ടിസോളിന്റെ ലെവല് ഓൾട്ടർ ചെയ്യുന്നു, അത് നമുക്ക് കൂടുതൽ ഡ്രൗസിനെസ് ഉണ്ടാക്കുമെന്നും ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു കാര്യം. വെറും വയറ്റിൽ വെള്ളം കുടിച്ച് ഗ്യാസിനെ ഫുൾ ശമിപ്പിക്കണം. ഇത് ഒരു തെറ്റായതാണ്, ആൾക്കാരിലേക്ക് എത്തിക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ബ്ലൈൻഡ് ആയിട്ട് മെഡിസിൻ വാങ്ങുന്നത്. അതായത് ഇപ്പം എനിക്കറിയാവുന്ന ആൾക്കാർ തന്നെ ഉണ്ട്, തൊണ്ടവേദനയാണോ എന്നാ പിന്നെ ഒരു അസിത്രോമൈസിൻ വാങ്ങിച്ച് കഴിക്കാം.
ഇല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച പോലെ കണ്ണിന് ഒരു ചുമപ്പ് വന്നോ എന്നാൽ ഒരു സിപ്ലോക്സ് ഐ ഡ്രോപ്സ് വാങ്ങിച്ച് കണ്ണിൽ ഒഴിക്കാം. മെഡിക്കൽ സ്റ്റോറുകാര് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇത് കൊടുക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ആൾക്കാർ ഗൂഗിളിൽ നോക്കിയിട്ട് യൂട്യൂബ് മറ്റേ ഗൂഗിൾ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, അതിനകത്ത് നോക്കിയിട്ട് കണ്ണ് ചുമന്നു എന്താ അസുഖം, ഓക്കെ ഈ മരുന്ന് മതി എന്ന് പറഞ്ഞ് പോയി വാങ്ങിക്കുകയാണ്. അല്ലെങ്കിൽ ഈ സിപ്ലോക്സ് ഐ ഡ്രോപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ കണ്ണിന് ചുമപ്പ് വരുമെന്നും ചിലപ്പോൾ കാഴ്ച വരെ പോകാമെന്നും ചുമ്മാതെ അസിത്രോമൈസിൻ കഴിച്ചു കഴിഞ്ഞാൽ ഗ്രേമാൻ സിൻഡ്രോം പോലത്തെ അസുഖം ഉണ്ടാകാമെന്നും ഇതൊന്നും ആൾക്കാർ ആലോചിക്കുന്നില്ല. അസിത്രോമൈസിൻ 2 നേരം വരെ കഴിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം, 1 നേരം കഴിക്കേണ്ട ഗുളിക 2 നേരം കഴിക്കുന്ന ആൾക്കാരെ വരെ എനിക്കറിയാം. സോ ബ്ലൈൻഡ് ആയിട്ട് പോയി ഇപ്പം നാർക്കോട്ടിക് മെഡിസിൻസ് മാത്രമേ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ കൊടുക്കുള്ളൂ എന്ന് മെഡിക്കൽ സ്റ്റോറുകാർ പറയാറുണ്ട്. അതായത് ഇപ്പൊ ബെൻസോഡൈസെപ്പീൻസും ആന്റി ഡിപ്രസൻസും മോർഫിൻ അങ്ങനത്തെയൊക്കെ മരുന്നുകളൊക്കെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ പാരസിറ്റമോൾ ഉൾപ്പെടെയുള്ള ഗുളികകൾ പ്രിസ്ക്രിപ്ഷൻ വഴി മാത്രമേ. അതായത് ഒരാൾക്ക് പനി വന്നെങ്കിൽ പനിക്ക് നേരത്തെ മാഷ് പറഞ്ഞ പോലെ സാമുൽ ഹനിമാൻ അലോപ്പതി എന്ന് പറയുമ്പോൾ ഓൾട്ടർനേറ്റ് മെഡിസിൻ എന്നുള്ള രീതിയിലാണ് കൊണ്ടുവരുന്നത്. അതായത് അവരുടെ ചികിത്സാ രീതിയിൽ നിന്നും ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു മെഡിസിൻ, ആ ചികിത്സാ രീതി എന്നുള്ള രീതിയിലാണ് സാമുൽ ഹനിമാൻ എന്ന് പറയുന്ന ആള് അലോപ്പതിനെ കളിയായിക്കൊണ്ടിരുന്നത്. അലോപ്പതിയിൽ നിന്നും അത് ഇന്റേണൽ മെഡിസിൻ ആയി, ഇന്റേണൽ മെഡിസിനിൽ നിന്ന് അത് ഇപ്പൊ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ആയി. നമ്മൾ ആ ഒരു പുരോഗമനം അങ്ങനെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാര്യം പാരസിറ്റമോൾ ഉൾപ്പെടെയുള്ള ചെറിയ ഗുളികയാണ് പറയുക, എല്ലാവരും വാങ്ങിച്ച് കഴിക്കണം, വെറുതെ വാങ്ങിച്ച് കയ്യിൽ വെച്ചേക്കണം, എല്ലാത്തിനെയും ഷെഡ്യൂൾ വെച്ചാക്കണം എന്നുള്ള ഒരു രീതി വന്നു കഴിഞ്ഞാൽ കുറെയൊക്കെ ആൾക്കാർ അശാസ്ത്രീയമായി പോയി മരുന്നുകൾ വാങ്ങിച്ചു കഴിക്കുന്നത് കുറയ്ക്കാം. 2, വാക്സിനേഷൻ. നമുക്കറിയാം വാക്സിനേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ക്യാമ്പയിൻ തന്നെ നടക്കുന്നുണ്ടായിരുന്നു കോവിഡിന്റെ ടൈമിൽ. എന്റെ കുട്ടിക്ക് വാക്സിൻ എടുക്കില്ല എന്ന് പറഞ്ഞ് നടന്ന്, അതായത് എന്തൊരു സാധനത്തിനും ഇപ്പം എന്തൊരു വസ്തു നമുക്ക് ഭൂമിയിൽ എടുത്താലും അതിന് ഗുണവും ദോഷവും ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പൊ ഇൻസുലിൻ എടുക്കുന്ന ഒരാൾക്ക് ഹൈപ്പോഗ്ലൈസീമിയ അടിക്കാന്നുള്ളത് അതിന്റെ ഒരു ദോഷമാണ്. എന്ന് വെച്ച് ഇൻസുലിൻ എടുത്തില്ലെങ്കിൽ ഷുഗർ കൺട്രോൾ ആവില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അതുപോലെ തന്നെയാണ് വാക്സിനേഷനും. നമ്മൾ വാക്സിൻ എടുത്താൽ പോളിയോ വരും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കാര്യം ഇതിൽ ഡീആക്ടിവേറ്റഡ് ആയിട്ടുള്ള വൈറസ് ആണ്, അതുകൊണ്ട് പോളിയോ വരുന്നത് എന്ന് വെച്ചിട്ട് എത്ര പേർക്ക് പോളിയോ വന്നായിട്ട് നമുക്കറിയാം വാക്സിൻ എടുത്തിട്ട്. വാക്സിനേഷൻ ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള രീതിയിൽ വാക്സിനേഷന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ക്യാമ്പയിനുകൾ നടത്തേണ്ട ടൈമും വളരെയധികം കഴിഞ്ഞിട്ടുണ്ട്. കാരണം കോവിഡ് വാക്സിൻ എടുക്കുന്നവർക്ക് ഹാർട്ട് അറ്റാക്കിന്റെ റേറ്റ്സ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റഡി പോലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വാക്സിൻ എടുത്ത ആളാണ് ഞാൻ, എന്റെ ചുറ്റും ഇരിക്കുന്ന പലരും വാക്സിൻ എടുത്തവരായിരിക്കാം, എനിക്കറിയാവുന്ന പലരും വാക്സിൻ എടുത്തവരായിരിക്കാം. വാക്സിൻ എടുക്കുന്നതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് വരില്ല. വാക്സിൻ എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു ഹാർട്ടിനൊരു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന ഒരു ചാൻസ് വല്ലതും ആ വാക്സിനേഷൻ കൂട്ടിയിട്ടുണ്ടാവാം. കാര്യം അതിന്റെ വൈറസിന്റെ ലോഡ് കാരണം. അല്ലാണ്ട് വാക്സിൻ എടുത്തതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് വരില്ല. വാക്സിൻ പ്രിവെന്റബിൾ ആയിട്ടുള്ള എത്രയോ ഡിസീസുകൾ ഉണ്ട്. അതായത് ഇപ്പൊ സർവൈക്കൽ ക്യാൻസർ ആണെങ്കിൽ വാക്സിൻ പ്രിവെന്റബിൾ ആയിട്ടുള്ള ഒരു ഡിസീസാണ്. നിങ്ങളുടെ വീട്ടിലൊരു പട്ടി ഉണ്ടെങ്കിൽ, പൂച്ച ഉണ്ടെങ്കിൽ, നിങ്ങളൊരു റേബീസിന്റെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാക്സിൻ കൊണ്ട് മാത്രം പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന പേവിഷബാധ പോലത്തെ അസുഖങ്ങൾ, സർവൈക്കൽ ക്യാൻസർ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സർവൈക്കൽ ക്യാൻസറും പിനിയൽ ക്യാൻസറും പോലുള്ള അസുഖങ്ങളൊക്കെ വാക്സിനേഷൻ കൊണ്ട് മാത്രം നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന അസുഖങ്ങളാണ്. ഇങ്ങനത്തെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുള്ളപ്പോ ഇപ്പോഴും നമ്മുടെ ആൾക്കാര് അശാസ്ത്രീയമായ ചികിത്സ, അതായത് ഒരു ചിലന്തി കടിച്ച മഞ്ഞളും പേരയിലയും മാവലയും തെങ്ങിന്റെ ഇലയും എല്ലാം കൂടെ അരച്ച് കയ്യിലിടണം എന്ന് പറഞ്ഞിട്ട് അത് കൂടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് സർജറി ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നത് കീറി രക്ഷപ്പെടുത്തി വരേണ്ട അവസ്ഥയിലേക്ക് ഇപ്പോഴും പോകുന്നുണ്ട്. അത് ആയുർവേദ ചികിത്സക്കാരും ഹോമിയോ ചികിത്സക്കാരും എല്ലാവരും കൂടെ മാറി മാറി ചികിത്സിച്ചിട്ട് മാറാത്ത പല ഓവറിയൻ സിസ്റ്റിന് സർജറി ചെയ്യേണ്ട, ഓവറിയൻ സിസ്റ്റിന് സർജറി വേണ്ട, ഓവറിയൻ സിസ്റ്റിന് ഹോമിയോ മെഡിസിൻ കഴിച്ചാൽ മതി, അത് അവസാനം ഇരുന്ന് മാലിഗ്നൻസി ആയി അതിന് സർജറി ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. സോ നമ്മൾ ചെയ്യുന്നത് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ സയൻസ് ബേസ്ഡ് മെഡിസിൻ ആണ് എന്നുള്ളത് ആൾക്കാരിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ വെബിനാർ കൊണ്ടുള്ള ഉദ്ദേശം. സോ ബാക്കി ഡോക്ടർ ഹരി സംസാരിക്കുന്നതായിരിക്കും. സ്വാഗതം ഡോക്ടർ. താങ്ക് യു വിജയകുമാർ സാർ, താങ്ക് യു ആര്യ. വിജയകുമാർ സാറും ഡോക്ടർ ആര്യയും ഏകദേശം എല്ലാം കവർ ചെയ്തിരുന്നു. എന്നാലും ഞാൻ കുറച്ചും കൂടി പോയിന്റ്സ് പറയാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഡേയുടെ തീം എന്ന് പറയുന്നത് സ്റ്റാൻഡ് വിത്ത് സയൻസ് ടുഗദർ ഫോർ ഹെൽത്ത്. അപ്പോൾ സ്റ്റാൻഡ് വിത്ത് സയൻസിനെ കുറിച്ച് ആദ്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ വിജയകുമാർ സാറും ആര്യയും എവിഡൻസ് ബേസ്ഡ് മെഡിസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ മോഡേൺ മെഡിസിൻ ഈസ് ബേസ്ഡ് ഓൺ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ.
അപ്പോ എന്താ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു മരുന്നെന്ന് പറയുന്നത് അത് ഡാറ്റ കൊണ്ടാണ് അത് ട്രീറ്റ്മെന്റ് നമ്മൾ അംഗീകരിക്കേണ്ടത്, അല്ലാണ്ട് ഒരു ഒപ്പീനിയൻ കൊണ്ടല്ല. അപ്പോ എന്താണ് ഈ ശാസ്ത്രീയമായ തെളിവുകൾ, അതായത് സയന്റിഫിക് എവിഡൻസ് എന്ന് നമ്മൾ പറയുമ്പോൾ ആ തെളിവ് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അല്ല ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ എങ്ങനെ ഉറപ്പാക്കുന്നു? അപ്പൊ അത് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മെഡിസിൻ, ഒരു ഹെർബൽ ഫോർമുലേഷൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പാരസെറ്റമോളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഒരു പാരസെറ്റമോളും നമ്മുടെ പാരസെറ്റമോൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും പനിയോ തലവേനയോ വരുമ്പോൾ നമ്മൾ എല്ലാവരും തന്നെ വളരെ സിമ്പിളായിട്ട് എടുത്ത് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. അപ്പൊ പാരസെറ്റമോൾ നോക്കുകയാണെങ്കിൽ തന്നെ അതിന് കൃത്യമായിട്ടുള്ള ഇൻഡിക്കേഷൻസ്, എന്തൊക്കെ ഇത് കഴിക്കാം, എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞാൽ, എത്ര അതിന്റെ ഡോസ് കൂടുതൽ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ ലിവറിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം, കോൺട്രാ ഇൻഡിക്കേഷൻസ്, അതെപ്പൊക്കെ കഴിക്കാണ്ടിരിക്കാൻ എന്നുള്ള എല്ലാം ഡോക്യുമെന്റഡ് ആണ്. പക്ഷെ ഒരു ഹെർബൽ ഫോർമുലേഷൻ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇത് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോ എന്താണ് ഈ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്നുള്ളതിന്റെ ചെറിയൊരു എക്സാമ്പിളാണ്. അതിപ്പോ സാറ് പറഞ്ഞ ഒരു RCT, റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ ആയിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോ അതിനൊരു മരുന്ന് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് അപ്രൂവ് ചെയ്യുന്ന ഒരു നീണ്ട ഒരു പരീക്ഷണ പ്രക്രിയയിലൂടെയാണ് അത് കടന്നു പോകേണ്ടത്. അതിന്റെ ഏറ്റവും വിശ്വസനീയമായ രീതിയാണ് ഈ RCT അല്ലെങ്കിൽ റാൻഡമൈസ്ഡ് കൺട്രോൾ സ്റ്റഡി എന്ന് പറയുന്നത്. അത് ഇപ്പൊ അതിന്റെ ഇത് പറയുകയാണെങ്കിൽ, അത് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു 100 പേഷ്യൻസിനെ എടുക്കുന്നു. ആ 100 പേഷ്യൻസിനെ നമ്മൾ അങ്ങനെ അവരെ 2 ഗ്രൂപ്പായിട്ട് മാറ്റുന്നു, ഒരു ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി. അതിനുള്ള നമ്മൊരു ക്രൈറ്റീരിയ വെച്ചാണ് പേഷ്യൻസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്, എക്സ്ക്ലൂഡ് ചെയ്യുന്നതിന്. അതിന് കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പൊ ഗ്രൂപ്പ് എയിൽ നമ്മൾ നമുക്കൊരു പുതിയൊരു മരുന്നുണ്ടെങ്കിൽ പുതിയ മരുന്ന്, ഗ്രൂപ്പ് ബിക്ക് നമ്മൾ ആ പഴയ മരുന്ന് അല്ലെങ്കിൽ പ്ലാസിബോ ആ ഒരു കൺട്രോൾ ആയിട്ട് വെക്കുന്നു. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ റാൻഡമൈസേഷൻ ആണ്. അപ്പോൾ ആരെ ഏത് ഗ്രൂപ്പിൽ ഇടുന്നു എന്നുള്ളത് അത് ഡോക്ടറോ അല്ലെങ്കിൽ ആ പരീക്ഷണം നടത്തുന്നയാളോ അല്ല അത് തീരുമാനിക്കുന്നത്, അത് റാൻഡമായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവിടെ നമ്മൾ ബയസ് ഒഴിവാക്കാനാണ് നമ്മൾ റാൻഡമൈസ് ചെയ്യുന്നത്. റാൻഡമൈസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, പലപ്പോഴും രോഗിക്കറിയില്ല ഏത് രോഗി എടുക്കുന്നത്, ആ സ്റ്റഡിയിൽ പങ്കെടുക്കുന്ന രോഗികൾ അവര് കഴിക്കുന്നത് പ്ലാസിബോ ആണോ അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന മരുന്നാണോ എന്നറിയില്ല. അത് കൊടുക്കുന്ന ഡോക്ടർക്കും അറിയില്ല ആരാണ് ഏത് ട്രീറ്റ്മെന്റാ എടുക്കുന്നത് എന്നുള്ളത്. അതിനെയാണ് നമ്മൾ ബ്ലൈൻഡിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രോഗിക്കും ഡോക്ടറിനും അറിയില്ലെങ്കിൽ അത് ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡി എന്ന് പറയുന്നത്. പിന്നെ ഈ മരുന്ന് കഴിക്കുമ്പോൾ അതിന് വരുന്ന എഫക്റ്റ്, അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അതിന് വരുന്ന എഫക്റ്റ്, അതിനകത്ത് എന്തൊക്കെയാണ് അതിന്റെ സൈഡ് ഇഫക്ട്സ് എന്തൊക്കെയാണ്, അതെല്ലാം കൃത്യമായിട്ട് മെഷർ ചെയ്ത് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം എവിഡൻസ് ഉണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ ഈ RCT കഴിഞ്ഞാലും ഇപ്പോ ഒരു മരുന്ന് കഴിക്കുമ്പോൾ വരുന്ന വ്യത്യാസങ്ങള്, കൂടുതൽ ഡോസ്, അതിന്റെ കൃത്യമായിട്ടുള്ള ഡോസ് എല്ലാം ഡോക്യുമെന്റഡ് ആണ്. ഒന്നും ഒരു ഒപ്പീനിയൻ അല്ല, എനിക്കിത് കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറഞ്ഞു, നേരത്തെ ഡോക്ടർ ആര്യ പറഞ്ഞ പോലെ എനിക്ക് മരുന്ന് പച്ചില കഴിച്ചപ്പോൾ ഷുഗർ കുറഞ്ഞു, അങ്ങനെയല്ല. ഇത്രയും ആൾക്കാരെ റാൻഡമായിട്ട് നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ടാണ് സ്റ്റഡിയിൽ വരുന്നത്. ഈ RCT കഴിഞ്ഞാലും നമുക്ക് ആ മരുന്ന് ഉപയോഗിക്കാനുള്ള ഒരു അപ്രൂവൽ കിട്ടില്ല. അതിന് റെഗുലേറ്ററി അതോറിറ്റീസ് ഉണ്ട്. ഇപ്പോ USA FDA, ഇന്ത്യയിലാണെങ്കിൽ CDSCO, പിന്നെ പലതരം WHO ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് കൂടാണ്ട് തന്നെ ഈ പല ഫേസസിലാണ് നമുക്ക് ഒരു മരുന്ന് മാർക്കറ്റിലേക്ക് വരുന്നത്. phase 1, phase 2, phase 3. മരുന്നെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന മരുന്ന് മാത്രമല്ല, ട്രീറ്റ്മെന്റ് മൊഡാലിറ്റിയോ അല്ലെങ്കിൽ പ്രൊസീജിയർ ആയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിശോധനകളോ ഇൻവെസ്റ്റിഗേഷൻസ്, ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടും. ഇതെല്ലാം പാസ് ചെയ്താൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള അനുവാദം ലഭിക്കുകയുള്ളൂ. പക്ഷെ പലപ്പോഴും നമ്മൾ ഇപ്പൊ കാണുന്നതെന്ന് പറഞ്ഞാൽ മിസ്ഇൻഫർമേഷൻ ആണ്. സോഷ്യൽ മീഡിയ, പലപ്പോഴും യൂട്യൂബ് മിത്സ് അല്ലെങ്കിൽ വാട്സാപ്പ് ഫോർവേഡ്സിലെല്ലാം കാണുന്നത് ഈ ഒരു മരുന്ന് കഴിച്ചാൽ ഇൻസ്റ്റന്റ് ക്യൂർ, ഒറ്റമൂലി എന്നൊക്കെ പറയും, ഇത് കഴിച്ചാൽ ക്യാൻസർ മാറും, അങ്ങനെ ഉള്ള ഇതാണ്, അല്ലെങ്കിൽ ഈ സപ്ലിമെന്റ് മാജിക് ആണ്, അങ്ങനെയുള്ള പല മിസ്ഇൻഫർമേഷനും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കേണ്ട എന്താന്ന് വെച്ചാൽ, ഇത് RCT ഉണ്ടോ, ഇത് ഈ ട്രയൽസിൽ കൂടി കടന്നുപോയതാണോ, അല്ലെങ്കിൽ ഇതിന് റെഗുലേറ്ററി അപ്രൂവൽ നേടിയിട്ടുണ്ടോ, ഈ മരുന്നുകൾക്ക് ഏതെങ്കിലും ഒരു റെഗുലേറ്ററി ബോഡി അപ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. പലപ്പോഴും ഇതിനൊന്നും ഒരു റെഗുലേറ്ററി ബോഡീസ് ഉണ്ടാവില്ല. ഇപ്പൊ ഒരു മോഡേൺ മെഡിസിന്റെ എന്തെങ്കിലും ഒരു മരുന്ന് നമ്മൾ നോക്കിയാൽ അതിനകത്ത് കൃത്യമായ ഒരു എക്സ്പയറി ഡേറ്റ് കാണാം.
പക്ഷെ പല ഹെർബൽ ഫോർമുലാസിലും അതിനകത്ത് അങ്ങനെ ഒരു എക്സ്പയറി ഡേറ്റും കാര്യങ്ങളും കാണുന്നില്ല. അപ്പോ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് എവിഡൻസ് ബേസ്ഡ് മെഡിസിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഈ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ നമ്മളെ പഠിപ്പിക്കുന്ന പറഞ്ഞാൽ ബ്ലൈൻഡ് ട്രസ്റ്റ് അല്ല. ഒരാളുടെ ഒപ്പീനിയൻ ഇത് കഴിച്ചുകൊണ്ട് എനിക്ക് മാറി, അങ്ങനെ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ട്രസ്റ്റ് അല്ല. നമ്മൾ പരിശോധനയിൽ കൂടി ഒരു ട്രയൽസ് നടത്തി നമുക്ക് ഇൻഫോംഡ് ആയിട്ടുള്ള ട്രസ്റ്റിലാണ് നമ്മൾ ഒരു ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു മെഡിക്കേഷനോ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നതോ ഉപയോഗിക്കുന്നതോ. പിന്നെ അപ്പോ ഈ നമ്മള് ഒരു മരുന്ന് അതിന്റെ ഇത് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു മരുന്ന് വിശ്വസിക്കേണ്ട കാര്യമുള്ളൂ. അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പൊ മോഡേൺ മെഡിസിൻ നമ്മൾ സയൻസിന്റെ സ്റ്റാൻഡ് വിത്ത് സയൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സയന്റിഫിക് പ്രോസസ്സ്, വലിയൊരു സയന്റിഫിക് പ്രോസസ്സ്. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ പല എക്സ്പെരിമെന്റ്സും ഇതുപോലെയാണ്. എല്ലാത്തിനും ഒരു കൺട്രോൾ ഉണ്ടാവും, ഒരു ഇതുണ്ടാവും. അത് വെച്ച് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ടാണ് നമുക്ക് അതിന്റെ റിസൾട്ട്സ് ഒക്കെ വരുന്നത്. അപ്പോ അങ്ങനെ ഒരു പ്രോസസ്സിൽ കൂടി കടന്നു പോകുന്ന കൊണ്ടാണ് നമ്മൾ അതിനെ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പൊ അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു മരുന്ന് അതൊരു മിറാക്കിളായിട്ട് നോക്കുകയാണെങ്കിൽ, ഒരു മിറാക്കിൾ ആണെന്ന് പറയുകയാണെങ്കിൽ അത് മിക്കവാറും അത് എന്താ പറയാ, അതിനെ ഡാറ്റ കാണില്ല. മിക്കവാറും അതൊരു ഡ്രാമയായിരിക്കും. ഡ്രാമ ആവാനാണ് മിക്കവാറും സാധ്യത. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇത് വരുമ്പോ, ഒരു മിസ്ഇൻഫോർമേഷൻ വരുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് ഇതിന്റെ പുറകില് ട്രയൽസ് നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിന് റെഗുലേഷൻസ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ അടുത്ത സെഗ്മെന്റ് വരുവാണെങ്കിൽ നമ്മൾ ടുഗദർ ഫോർ ഹെൽത്തിനകത്ത് ഇപ്പോ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ ഇതല്ല, അതിനകത്ത് വരുന്നത് നമ്മുടെ സമൂഹം, നമ്മുടെ ഫാമിലി, നമ്മുടെ സിസ്റ്റം, എല്ലാരും ആ ടുഗദർ ഫോർ ഹെൽത്തിനകത്ത് ഉൾപ്പെടുന്നു. അത് നമ്മുടെ ഒരു ഹെൽത്ത് എന്ന് പറഞ്ഞ ഒരു ഇൻഡിവിജ്വൽ, ഒരാളുടെ മാത്രം കാര്യമല്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിനകത്താണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഹെൽത്ത് ലിറ്ററസി പറയുന്നത്. ഇപ്പോ നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് ഒരു നെഞ്ചുവേദന കയ്യിലേക്ക് പടരുന്ന ഒരു നെഞ്ചുവേദന വരുന്നു. അപ്പൊ ഈ ഹെൽത്ത് ലിറ്ററസി അല്ലെങ്കിൽ ഹെൽത്ത് അവയർനെസ് ഉണ്ട്. അങ്ങനെയാണെങ്കിലാണ് ഇപ്പൊ കൂടെയുള്ള വീട്ടിലുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നു ഇത് ഹാർട്ട് അറ്റാക്ക്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഹാർട്ട് അറ്റാക്ക് ഇതിന്റെ കാരണമാകാന്നുള്ളത്. അങ്ങനെ ആവുമ്പോഴാണ് പലപ്പോഴും ചിലപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ ആൾക്കാർ വിചാരിക്കും ചെറിയൊരു നെഞ്ചുവേദനയല്ലേ, ഗ്യാസിന്റെ ആവാന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ അവര് വല്ല ആന്റാസിഡ്സും ഒക്കെ കഴിച്ച് അങ്ങനെ അതിനത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഹെൽത്ത് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ആ ഒരു കൃത്യമായിട്ടുള്ള സമയത്ത് നമുക്ക് അതിന്റെ ചികിത്സ നേടാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ടുഗദർ ഫോർ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഫാമിലി, സൊസൈറ്റി എല്ലാവരും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഗവൺമെന്റ്, സയന്റിസ്റ്റ്, ഹെൽത്ത് അതോറിറ്റീസ്. ഈ സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ സ്ട്രോക്കിന്റെ ഈ ഗോൾഡൻ അവർ എന്ന് പറയും. അപ്പൊ ആ സ്ട്രോക്കിന്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കിയാലേ നമുക്ക് അതിനെ ചികിത്സ നേടാൻ പറ്റുള്ളൂ. അപ്പോൾ മെയിൻ ആയിട്ട് ബാക്കി എല്ലാവരും അതിനകത്ത് ഇൻവോൾവ് ആണ്. ഈ പറഞ്ഞ പോലെ വാക്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കോവിഡിന്റെ സമയത്ത് ടുഗദർ ഫോർ ഹെൽത്ത് എന്ന് പറയുമ്പോൾ പല ചെറിയ കൊച്ചു രാജ്യങ്ങൾക്ക് കോവിഡ് വാക്സിൻ അവർക്ക് റിസർച്ച് നടത്താനോ അല്ലെങ്കിൽ വാക്സിൻ ഉണ്ടാക്കാനോ അത് പോസിബിൾ അല്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ നമ്മൾ റിസർച്ച് നടത്തുന്ന ആ റിസൾട്ട്സ് അങ്ങോട്ടും ഗവൺമെന്റ് തമ്മിൽ അല്ലെങ്കിൽ ഈ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിൽ ഷെയർ ചെയ്യും. വാക്സിൻസ് ആണെങ്കിലും കൂടുതലും നമ്മൾ ഇന്ത്യയിൽ ഉത്പാദിച്ച വാക്സിൻസ് ആണെങ്കിലും പല ചെറിയ രാജ്യങ്ങളിലേക്ക് നമ്മൾ അത് ഷെയർ ചെയ്യും. അപ്പോൾ ഈ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും കൂടി ഉൾപ്പെട്ടതാണ്. ഗവൺമെന്റ്, സയന്റിഫിക് കമ്മ്യൂണിറ്റി, ഫാമിലി, സൊസൈറ്റി, അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ടുഗദർ ഫോർ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു. വളരെ നന്ദി ഹരീഷൻ സാർ. നമ്മള് ഒരു ചർച്ചയുടെ ഒരു റൗണ്ട് ഏകദേശം കഴിഞ്ഞു എന്ന് പറയാം. അപ്പോഴ് നമുക്ക് തോന്നുന്നത് ഒരു മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നതിന്റെ അതിന്റെ മഹത്വങ്ങള് പാടാൻ മാത്രമല്ല, അതിനു ഉപരിയായിട്ട് മനുഷ്യരാശിയുടെ ആരോഗ്യം എന്ന് പറയുന്നത് പലപ്പോഴും പറയും പലതരത്തിലുള്ള ചികിത്സാ രീതികൾ ഒക്കെ കൂടി ചേർന്നുകൊണ്ട് ഒരു സിസ്റ്റമാണ് ഏറ്റവും മികച്ചത്. ഇപ്പൊ നമ്മൾ ആയുഷ് പോലെയുള്ള സിസ്റ്റം ആരുടെയോ മൈക്ക് ഓണാണ്.
ഓക്കെ. പിന്നെ ആയുഷ് പോലെയുള്ളതിനൊക്കെ പറയുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മളിപ്പം മതേതരത്വം എന്നൊക്കെ പറയും പോലെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്നൊക്കെ പറയുന്ന പോലെ 3 മതവിഭാഗങ്ങള് ഒരു മതേതരത്വത്തോട് കൂടിയിട്ട് എല്ലാവരും ഈക്വലായി കണ്ടുകൊണ്ട് സഹവർത്തിത്വത്തോട് കൂടിയിട്ട് ഉള്ള ഒരു സിസ്റ്റം, ഒരു രീതി കൊണ്ടുപോകുന്നത് പോലെ ചികിത്സാ രംഗത്തും നിലവിലുള്ള ആയുർവേദം, ഹോമിയോ, പ്രകൃതി ചികിത്സ, പിന്നെ അതായത് നാച്ചുറോപ്പതി, അങ്ങനെ കുറെ നടക്കുന്ന ചികിത്സാ രീതികളൊക്കെ എല്ലാത്തിനെയും നമ്മൾ ഒരേപോലെ കണ്ടുകൊണ്ട് അവർക്കൊക്കെ ഈക്വൽ ആയിട്ടുള്ള സ്റ്റാറ്റസ് കൊടുത്തുകൊണ്ട് അതിന്റെ കൂട്ടത്തിൽ മോഡേൺ മെഡിസിനും കൂടി ഉള്ള ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു ചികിത്സാ രീതി ആയിരിക്കണം വേണം എന്നുള്ള ഒരു ധാരണയിലേക്ക് നമ്മുടെ പൊളിറ്റീഷ്യൻസ് എത്തി എന്നുള്ളതാണ് എൻ്റെ ഒരു ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അതിൽ വലിയൊരു പ്രശ്നമുണ്ട്. അതായത് നമുക്ക് വ്യത്യസ്തമായ സയൻസിൽ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വൈദ്യുതി ഉണ്ടാവില്ല. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ചലനം അല്ലെങ്കിൽ ഫ്ലോ എന്ന് പറയുന്നത് ആയുർവേദത്തിലും ഹോമിയോയിലും ഒന്നും ഉണ്ടാകാത്തതുപോലെ സയൻസ് എന്ന് പറയുന്നതിന് ഒറ്റൊരു രീതിയിലേ സയൻസ് ഉണ്ടാവുള്ളൂ. പ്രത്യേക ആയുർവേദ കമ്പ്യൂട്ടർ ഉണ്ടാവില്ല, ഹോമിയോ കമ്പ്യൂട്ടർ ഉണ്ടാവില്ല. അതുപോലെ ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും സയൻസിന് പിന്തുടർന്നുകൊണ്ടായിരിക്കണം. എപ്പോഴാണോ സയൻസിന്റെ രീതിശാസ്ത്രങ്ങളെ പിന്തുടരാൻ പറ്റുന്നത്, ആയുർവേദത്തില് ഇപ്പോഴും നമുക്കറിയാം, ആയുർവേദം എന്നല്ല പറയേണ്ടത്, ഏതെങ്കിലും വിധത്തിലുള്ള എത്നിക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എത്രയോ പാരമ്പര്യ ചികിത്സകളിലൊക്കെ ഏതെങ്കിലും ഘടകങ്ങൾ ചിലപ്പോൾ നമുക്ക് അതിന്റെ അംശങ്ങളിൽ ചികിത്സാ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ ഉണ്ടെങ്കിൽ 2015 പിന്നെ ചൈനയിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു മരുന്ന് കണ്ടെത്തുകയും അതിന് നൊബേൽ പ്രൈസ് കിട്ടുകയൊക്കെ ചെയ്തു. അവര് ഉണ്ടായിരുന്ന പാരമ്പര്യ ചികിത്സയുടെ ഭാഗമായിട്ടാണ്. അത് നമുക്ക് അത്തരത്തിലെ ഏതെങ്കിലും മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് നമ്മുടെ ചികിത്സാ ശാസ്ത്രത്തിന്റെ ലോകത്തിനെങ്ങുമായിട്ടുള്ള ഉപയോഗിക്കാൻ ഉപകരിക്കുകയാണ് വേണ്ടത്. അതേസമയം ഒട്ടും സയന്റിഫിക് അല്ലാത്ത ചികിത്സാ ശാസ്ത്രങ്ങളെ, ഹോമിയോപ്പതി പോലെയുള്ള ചികിത്സാ ശാസ്ത്രം എന്ന് പറയുന്നവയെ 100% സൂഡോ സയൻസ് എന്ന് നമുക്ക് എല്ലാവർക്കും, സയൻസിനെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും പറയുന്ന രീതിശാസ്ത്രങ്ങളെ പോലും കൂടെ കൊണ്ടുവന്നുകൊണ്ട് ഈ ഒരു മിശ്ര ചികിത്സ എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും എത്തിക്കുക എന്നുള്ളതിൽ എനിക്ക് വലിയ ആശങ്കയുള്ള ഒരാളും കൂടിയാണ്. അപ്പോഴൊക്കെ ഈ പറഞ്ഞ യൂറോപ്യൻ ഒരു ജ്ഞാന പദ്ധതിയുടെ ഭാഗമാണ് നിങ്ങളൊക്കെ, ഞങ്ങളുടെ സയൻസിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണ്, അതിനെ അളക്കാൻ പറ്റാത്തതാണെന്നൊക്കെയുള്ള ഞൊട്ടിന്യായങ്ങൾ പലപ്പോഴും പറയും. അല്ലെങ്കിൽ അവരും ഞങ്ങളും ഇതുപോലത്തെ RCTകൾ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വളരെ ചെറിയ, ഒട്ടും വിശ്വസനീയമല്ലാത്ത പീഡ് റിവ്യൂ എന്നൊക്കെ അവർ തന്നെ അവകാശപ്പെടുന്ന അവരുടെ മാത്രമായിട്ടുള്ള ചില ജേർണലുകളിൽ പബ്ലിഷ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട്. ചിലപ്പോൾ അതിനെ ഇത്തരത്തിൽ എല്ലാത്തിലും സംഭവിക്കുന്നുണ്ട്, മോഡേൺ മെഡിസിനിലും സംഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ വളരെ ഒറ്റപ്പെട്ട ഏതെങ്കിലും സംഭവങ്ങളുടെ അത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള RCT പഠനങ്ങള് വ്യാജമായിട്ട് നടന്നതും ഒക്കെ നടക്കുന്നുണ്ട്. നമുക്കറിയാം, മെഡിസിൻ എന്ന് പറയുന്ന, മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത്, മരുന്ന് എന്ന് പറയുന്ന വലിയൊരു വ്യവസായം. അതില് പലതരത്തിലുള്ള താല്പര്യങ്ങൾ, സാമ്പത്തിക താല്പര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്കറിയാം. ചിലപ്പോഴൊക്കെ അപൂർവമായിട്ടൊക്കെ ചില വ്യാജ പഠനങ്ങളും വ്യാജ കണ്ടെത്തലുകളും ഒക്കെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുമുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് തിരുത്തി എന്നുള്ളതാണ് സയൻസിന്റെ. അത് നീണ്ടകാലമൊന്നും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്കറിയാം, ഗ്ലൈക്കോജൻ അല്ലെങ്കിൽ നമ്മുടെ ഗ്ലൂക്കോസിന്റെ പിന്നെ കൊളസ്ട്രോൾ ആക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ചില പഠനങ്ങൾ ചില ഇൻഡസ്ട്രികളുടെ, അതായത് ഷുഗർ ഇൻഡസ്ട്രിയുടെ ഒക്കെ ഭാഗം ആവശ്യത്തിന് കൊണ്ട് അവർ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടുള്ള പഠനങ്ങൾ ഉണ്ടായെന്നുള്ള ചില പരാതികൾ പിന്നീട് വന്നിട്ടുണ്ട്, നമുക്കറിയാം. അത്തരത്തിലൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ വളരെ വളരെ ഒറ്റപ്പെട്ട, വീണ്ടും വളരെ കുറഞ്ഞ കാലത്തിനുള്ളിൽ തന്നെ അതൊക്കെ തിരിച്ചറിഞ്ഞ് തിരുത്താനുള്ള ഒരു ശാസ്ത്ര സമൂഹം ഉള്ളപ്പോൾ അതിന് പകരമായിട്ട് അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ ഇതിൽ നടക്കുന്നത് എന്നുള്ളത് ഒരു എല്ലാവരെയും ഈക്വലായിട്ട് ഒരു ബാലൻസിങ് തിയറി കൊണ്ടുവന്നുകൊണ്ട് കപട ചികിത്സകളെയൊക്കെ ഒന്നിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരു രീതി ഇപ്പോഴും ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അതിനുള്ള പലപ്പോഴും ഈ ക്യൂമോഫോബിയ പോലെയുള്ള, അതായത് മോഡേൺ മെഡിസിനിൽ ഉണ്ടാകുമ്പോൾ ഈ പഠനങ്ങൾ പൂർണ്ണമായിട്ട് ഓരോ കെമിക്കലിന്റെയും പഠനങ്ങൾ നടത്തി അതിനുണ്ടാകുന്ന വളരെ മൈന്യൂട്ടായിട്ടുള്ള 1000 ഒരാൾക്ക് പോലും ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകളെ മുഴുവൻ
നമ്മുടെ ലാബിലുകളിലും അല്ലെങ്കിൽ സ്റ്റഡി പേപ്പറുകളിലും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വരിക. അതേസമയം ഒരു തരത്തിലുള്ള അത്തരത്തിലുള്ള ട്രയലുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുഴപ്പമുണ്ടാക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ പഠനമോ ഏതെങ്കിലും വിധത്തിലുള്ള ഡാറ്റകളോ ഇല്ലാതെ കൊണ്ട് തന്നെ ഒന്നിനും, അതായത് മറ്റ് ചികിത്സാ രീതികളിലൊന്നും ഒരു പ്രശ്നവും ഇല്ല, എല്ലാ കുഴപ്പങ്ങളും ഉള്ള, മൊത്തം പ്രശ്നങ്ങളുള്ള, സൈഡ് എഫക്റ്റുകളുള്ള ഒരു ചികിത്സാ രീതിയാണ് ആ മോഡേൺ മെഡിസിൻ എന്നും അത് മുഴുവൻ വിഷമാണെന്നും അത് മുഴുവൻ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞാൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നും വളരെ പോപ്പുലർ ആയിട്ടുള്ള സിനിമാ നടന്മാരൊക്കെ പ്രഖ്യാപിക്കുന്ന തരത്തിൽ ഉണ്ടാകുന്ന ഒരു തരം കീമോഫോബിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിച്ചിട്ടുണ്ട്. അതേസമയം നമുക്കറിയാം ഏത് ഫിസിക്കലായിട്ടുള്ള ഒരു മെറ്റീരിയലും നമ്മുടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനൊരു എഫക്റ്റ് ഉണ്ടാവും. പലപ്പോഴും അവയുടെ അളവിൽ ഉണ്ടാകുന്ന പഠനങ്ങൾ നടത്തുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ അതിനെ കൊണ്ടുണ്ടായിരുന്ന കുഴപ്പങ്ങൾ എന്താണെന്ന്. അപ്പോൾ പലപ്പോഴും കൈപ്പക്കയൊക്കെ നാച്ചുറോപ്പതിയുടെ ഭാഗമായിട്ട് കൈപ്പക്ക ജ്യൂസ് ഒക്കെ കഴിച്ചിട്ട് എന്തൊക്കെ ഉണ്ടാകുന്നത് നമുക്കറിയാം. പക്ഷെ പൊതുവെ എല്ലാവരുടെയും വിചാരം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നവയൊക്കെ യാതൊരു പ്രശ്നവും ഇല്ലാതെയാണ്, അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ലാതെയാണ്, എല്ലാ തരത്തിലുള്ള സസ്യജന്യമായിട്ടുള്ള വസ്തുക്കൾക്കൊന്നും ഒരു കുഴപ്പമില്ല എന്ന് കരുതുന്ന ഒരു പൊതുബോധം നമ്മളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളെ പറ്റിയിട്ടും കൂടിയുള്ള ബോധവൽക്കരണങ്ങൾക്ക് നമുക്ക് പറ്റണം. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഡോക്ടർ ആര്യ സംസാരിക്കുന്നത്. ഓക്കെ, ഒരുവിധമെല്ലാം കവറപ്പായി. കുറച്ചൊരു എക്സാമ്പിൾസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, നമ്മൾക്ക് ഇപ്പം നമ്മളുടെ ബേസിക് ലക്ഷ്യം ഈ മെഡിസിനെ കുറിച്ചുള്ള കാര്യം മറ്റുള്ളവരിലേക്ക് ഇപ്പം എത്തിക്കുക എന്നുള്ളതാണ്. അതായത് എവിഡൻസ് ബേസ്ഡ് മെഡിസിനെ കുറിച്ചുള്ളത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൊണ്ട് ആൾക്കാർക്ക് എപ്പോഴും എക്സാമ്പിളുകൾ, ഇപ്പൊ നമ്മൾ ഉൾപ്പെടെ എല്ലാവർക്കും എക്സാമ്പിളുകളാണല്ലോ കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാവുക. ഒന്നാമത്തെ കാര്യം, നമ്മൾ നിപ്പ വന്ന സമയത്ത് നമ്മൾക്ക് അറിയാം നിപ്പ സ്പ്രെഡ് ആയിക്കൊണ്ടിരുന്നത് നിപ്പ ബാധിതരായ വവ്വാലുകൾ കടിച്ച ഭക്ഷണം അല്ലെങ്കിൽ അതിന്റെ സലൈവ പറ്റിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ഉള്ളിൽ ചെന്നിട്ടാണ് എന്നുള്ളത് ഒരു അറിവായിരുന്നു. ആ സമയത്ത് പേരെടുത്ത് പറയാൻ താല്പര്യമില്ലാത്ത ഒരു നാച്ചുറോപ്പതി വൈദികൻ ആ പേരൊക്കെ ഞാൻ കഴിച്ചു കാണിക്കാമെന്ന് പറയുകയും കഴിക്കുകയും ആ സമയത്ത് അദ്ദേഹം വളരെ വൈകാണ് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. ഇത് ഇവിടുന്ന് തുടങ്ങുകയാണ് നമ്മളുടെ ഉദാഹരണങ്ങൾ. ചികിത്സിച്ച് ഭേദമാക്കേണ്ട ഒരു അസുഖത്തിനെ വെല്ലുവിളി, അതായത് മറ്റുള്ള ശാസ്ത്രങ്ങളെ കുറിച്ച് പറയാൻ എനിക്ക് അത്ര അവബോധമില്ല. ഇപ്പം ഹോമിയെ കുറിച്ചാണെങ്കിലും ആയുർവേദത്തിനെ കുറിച്ചാണെങ്കിലും അക്യുപഞ്ചറിനെ കുറിച്ചാണെങ്കിലും പറയാൻ ഞാൻ ആളല്ല. ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമേ എനിക്കിപ്പോ പറയാൻ കഴിയുള്ളൂ. അപ്പം എനിക്ക് തീരെ പരിചയമില്ലാത്ത അല്ലെങ്കിൽ നമ്മളുടെ ഭാഗത്തുനിന്ന് ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന ഒരു അസുഖത്തിനെ മോഡേൺ മെഡിസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരാള് മരണത്തിലേക്ക് പോയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുഃഖകരമായ കാര്യമാണെങ്കിലും അത് ജനങ്ങൾക്ക് ഒരു ഉദാഹരണമാണ്. നാച്ചുറോപ്പതി പോലുള്ള ഈ ചികിത്സകൾ ആൾക്കാർക്ക് എന്തുമാത്രം ദോഷം ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പം ഇൻസ്റ്റ എടുത്താലും യൂട്യൂബ് എടുത്തു കഴിഞ്ഞാലും കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ഹോം ബർത്ത്. വീടുകളില്, അതായത് ബർത്ത് വില്ലേജ് പോലത്തെ സ്ഥലങ്ങളില് ശാസ്ത്രീയമാണോ എന്ന് എനിക്കറിയില്ല, ഡോക്ടേഴ്സ് ആണോ നേതൃത്വം കൊടുക്കുന്നതെന്നും എനിക്കറിയില്ല. ഈ ബർത്ത് വില്ലേജുകളിൽ പോയി ഡെത്ത് ആയിട്ടുള്ള ഒരുപാട് ബേബികളുണ്ട്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, അതായത് ശിശു മരണ നിരക്ക് ഏറ്റവും വളരെ കുറവുള്ള നമ്മുടെ സംസ്ഥാനത്തിലെ ശിശു മരണങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ബർത്ത് വില്ലേജുകളിലാണ് കൂടുതൽ ഉണ്ടാവുന്നത്. അശാസ്ത്രീയമായി ഇപ്പം ഗർഭിണികൾക്ക് ഷുഗർ ഉണ്ടാവാം, പ്രഷർ ഉണ്ടാവാം, പ്രഷർ കൂടിയിട്ട് ഫിക്സ് വരാം. ഇങ്ങനത്തെ പല പല സ്റ്റേജസുകളിലൂടെയാണ് ഒരു ഗർഭിണി കടന്നു പോണത്. അതിനെ ഒന്നും വകവെക്കാണ്ട് ബർത്ത് വില്ലേജുകൾ പോലുള്ള സ്ഥലത്ത് പോയി അശാസ്ത്രീയമായിട്ടുള്ള പ്രസവങ്ങൾ അമ്മയ്ക്കും കുഞ്ഞിനും കേടുണ്ടാക്കും. പ്രശ്നം ഇവിടെ അല്ല ഉണ്ടാവുക. ഈ ബർത്ത് വില്ലേജിൽ പോയിട്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായെങ്കിൽ അവർ നേരെ അവിടുന്ന് റെഫർ ചെയ്തിട്ട് തീർച്ചയായിട്ടും ഒരു എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ ചികിത്സ നടത്തുന്ന ആശുപത്രിയിലേക്കായിരിക്കും വിടുക. ബർത്ത് വില്ലേജിൽ വെച്ച് തന്നെ ഓൾറെഡി എല്ലാ കോംപ്ലിക്കേഷൻസും ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പം ഈ നമ്മൾ പറയുന്ന ഈ ടർഷറി കെയർ അല്ലെങ്കിൽ ബാക്കിയുള്ള ഗൈനക്ക് അല്ലെങ്കിൽ ഫിസിഷ്യൻസും സർജൻസും വർക്ക് ചെയ്യുന്ന ടർഷറി കെയർ സെന്ററിൽ എത്തുമ്പോഴത്തേക്കും ഗോൾഡൻ പീരീഡ് കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ആൾക്കാരെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ആ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടാവും. ആദ്യമേ തന്നെ അവിടെ വന്ന് ചികിത്സിക്കേണ്ടതിന് പകരം ഏറ്റവും അവസാനം കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ ഇവിടെ വന്ന് ചികിത്സിക്കുകയും അവർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരെ പോകുമ്പോൾ കുറ്റം അവസാനം മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും. അതൊരു വലിയ ദുഃഖകരമായ കാര്യമാണ്.
പ്രോപ്പറായിട്ടുള്ള ടൈമിൽ പ്രോപ്പർ ചികിത്സ എടുക്കാതെ മോഡേൺ മെഡിസിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് മാത്രം അവസാനത്തെ ഒരു സമയത്ത് എത്തുന്നതിനോട് തീരെ വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. പെരിന്തൽമണ്ണയിൽ ഒരു ലേഡി ഡോക്ടറെ, വാളയാറുള്ള ഒരു 4 സ്ത്രീകൾ ചേർന്ന് OP ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി അവരെ ക്രൂരമായി മർദ്ദിച്ചു. ആ സ്ത്രീ ലേഡി ഡോക്ടർ, അതായത് മാഡം ഇപ്പൊ മൗലാന ഹോസ്പിറ്റൽ ICUവിൽ ചികിത്സയിലാണ്. ഇത് എന്തുകൊണ്ടുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാരില് പ്രസവിക്കും എന്ന ആൾക്കാർക്ക് അറിയാം, പക്ഷെ പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് ആൾക്കാർക്ക് ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കാത്തതുകൊണ്ടാണ്. ഇപ്പൊ ആശാവർക്കർമാര് ഗർഭിണിയായോ എന്ന് ഓരോ വീടുകളിൽ പോയി അന്വേഷിക്കുന്നുണ്ട്. കൃത്യമായിട്ട് അയൺ ഗുളികയും കാൽഷ്യം ഗുളികയും ഫോളിക് ആസിഡ് ഗുളികളും എത്തുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. അംഗൻവാടിയിൽ നിന്ന് മുട്ടയും പാലും അങ്ങനത്തെ സാധനങ്ങൾ, പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ ഗർഭിണിക്ക് എത്തുന്നുണ്ടോ എന്ന്. ഇതിനൊപ്പം തന്നെ ഗർഭിണികൾക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സുകളും കൊടുക്കേണ്ടതാണ്. അതായത് ഒരു പ്രസവത്തിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെ വരാമെന്നുള്ളതും അതിനെന്തൊക്കെ നമ്മൾക്ക് പ്രിവെന്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് എഡ്യൂക്കേഷൻ വൈസ് ബേസിസ് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പൊ ഉണ്ടായ ഈ ഇൻസിഡന്റിനെ നമുക്ക് തടയാൻ പറ്റുമായിരുന്നു. അപ്പൊ അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പം ഡെലിവറി റിലേറ്റഡ് ആയിട്ട് ഞാൻ പറയാം. ഡെലിവറി കഴിഞ്ഞിട്ട് പണ്ടത്തെ സ്ത്രീകള് ഒന്ന് പ്രസവിച്ച് എഴുന്നേറ്റിട്ട് ഞാൻ പിറ്റേ ദിവസം പാടത്ത് കൊയ്യാൻ പോയി എന്ന് പറയുന്നൊരു കഥയുണ്ട്. ഇപ്പൊ എന്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തെ മെഡിക്കൽ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോലത്തെ ഒരു ആരോഗ്യസ്ഥിതിയല്ലേ സത്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ. ഇപ്പൊ 30 വയസ്സാകുമ്പോഴേ കുഴമ്പും എണ്ണയും തേക്കേണ്ട പ്രായമായി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പണ്ടുള്ളവർ 60 വയസ്സ് വരെയും എഴുന്നേറ്റ് ഓടി നടന്നും 10 നില സ്റ്റെപ്പ് കയറുകയും ചെയ്തു. ഇപ്പൊ 3 നില കയറുമ്പോഴേ ഞാനൊക്കെ അണയ്ക്കും. അതായത് നമ്മുടെ ഒരു അതായത് നമ്മുടെ ഒരു ബോഡി പാറ്റേണും ഹെൽത്ത് രീതികളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഇപ്പം പ്രസവം കഴിഞ്ഞ പല പെൺകുട്ടികളും നമുക്കറിയാം കുട്ടീനെ നോക്കുന്നില്ല, കുട്ടിക്ക് പാല് കൊടുക്കുന്നില്ല. നമ്മൾ തന്നെ പത്രത്തിൽ ഒരുപാട് വായിച്ചിട്ടുണ്ട് കുട്ടികളെ സ്വന്തം അമ്മമാർ ഉപദ്രവിക്കുന്നത്. സോ അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അതാണ് ഇപ്പൊ ഡോക്ടർ ഹരി പറഞ്ഞ പോലെ ടുഗദർ ഫോർ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരു സമൂഹം മൊത്തം കൂടെ നിൽക്കുക എന്നുള്ളതാണ്. സമൂഹത്തിന്റെ ആരോഗ്യം കൂടിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. ഒരു പെൺകുട്ടി പ്രസവിച്ച് വന്നു കഴിഞ്ഞാൽ അതിന് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടാവാമെന്നും അവരിരുന്ന് കരയുന്ന കണ്ടു കഴിഞ്ഞാൽ ഇതായിരിക്കുമെന്നും അതിന് ചികിത്സ വേണ്ടതാണെന്നും ചുറ്റുമുള്ള ആൾക്കാർ അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർക്ക് മനസ്സിലാകാനുള്ള അവബോധം ഉണ്ടാക്കി കൊടുക്കലും കൂടി ടുഗദർ ഫോർ ഹെൽത്ത് സ്റ്റാൻഡ് വിത്ത് സയൻസിന്റെ ഒരു ഭാഗമാണ്. പലർക്കും തന്നെ മെന്റൽ ഹെൽത്ത്, ഇപ്പം മാനസികമായി ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിപ്രസീവ് സിംറ്റം ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിനുണ്ട് എന്ന് പറയാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാര്യം ഹെൽത്ത് എന്ന് പറയുമ്പോൾ മെന്റൽ ഹെൽത്ത് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എന്തുണ്ടെങ്കിലും മെന്റൽ ഹെൽത്ത് നമ്മുടെ നോർമൽ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഫുൾ അല്ല. ആ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിനകത്ത് വലിയൊരു ലാക്കുണ തന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പം പനിക്ക് ചികിത്സ എടുക്കുന്ന പോലെ തന്നെ, ക്യാൻസറിന് ചികിത്സ എടുക്കുന്ന പോലെ തന്നെ, ഒരു എന്താ പറയാ ഛർദിലിന് നിങ്ങളൊരു ഡ്രിപ്പ് ഇടുന്ന പോലെ തന്നെ മെന്റൽ ഹെൽത്തും ഒരു അസുഖമാണെന്നുള്ളതും അത് ചികിത്സിച്ചാൽ നമുക്ക് ഭേദപ്പെട്ട് വരാമെന്നുള്ളതാണെന്നും കൺട്രോളിൽ നിർത്താൻ പറ്റുന്നതാണെന്നുള്ളതും ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇക്കാലത്ത് മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു സ്റ്റിഗ്മ പോലാണ്. അവന് വട്ടാണ് എന്ന് മറ്റുള്ളവർ പറഞ്ഞ് പേടിച്ച് ആത്മഹത്യ ചെയ്ത 2-3 സുഹൃത്തുക്കളെ എനിക്കറിയാം. അതുകൊണ്ട് മെന്റൽ ഹെൽത്തും ഈ ടുഗദർ ഫോർ ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ്, അതായത് പണ്ട് നമുക്കറിയാം ഒരാൾക്ക് ഒരു സ്കിസോഫ്രീനിയയുടെ സിംറ്റംസോ ഹാലോസിനേഷനോ കാണിച്ചാൽ വീട്ടിൽ ഹോമം നടത്തി വെളിച്ചപ്പാണ്ടെ കൊണ്ടുവന്ന് എല്ലാം ഇടുന്ന ഒരു കാലത്ത് നിന്ന് നമ്മൾ മാറി അതിന് കറക്റ്റായിട്ട് ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോവുകയും ഒരു സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പോട് കൂടി ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണെന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇത് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. അതുപോലെ തന്നെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ഇപ്പം ഞാനിപ്പോ പറയുമ്പോൾ ഡെലിവറിയുടെ കാര്യം പറഞ്ഞു, മെന്റൽ ഹെൽത്തിന്റെ കാര്യം പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും മുട്ടുവേദനയും കാലുവേദനയും എല്ലാം തന്നെ. ഇപ്പൊ നമുക്കറിയാം ഡോക്ടർ ഹരി നേരത്തെ പറഞ്ഞത് ഈ മെഡിക്കേഷൻസിന്റെ പുറത്ത് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ നമുക്ക് പാരസ്റ്റമോൾ കഴിച്ചാൽ ലിവർ ഇഞ്ചുറി ഉണ്ടാവുന്ന അറിയാം. സ്ഥിരം ഇപ്പൊ ഒരു കമ്പനിയുടെ പേര് പറയണില്ല, മുട്ടുവേദനയ്ക്ക് സ്ഥിരമായിട്ട് ഇറങ്ങണ ഒരു ആയുർവേദ ഗുളികയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിൽ ചെന്നപ്പോ എന്റെ വീട്ടിലെ തിരിപ്പുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചത് എവിടെ നിന്ന് കിട്ടി? അത് മുട്ടുവേദനയ്ക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നു. അപ്പൊ ഞാനത് തിരിച്ചു നോക്കി, ഇതിന് കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ കിഡ്നി അടിച്ചു പോകും. ഈ കിഡ്നി അടിച്ചു പോകുമ്പോഴും എന്റെ അച്ഛനും അമ്മയും എന്റെ അടുത്ത് തന്നെ വരിക. പക്ഷെ അതിനു മുമ്പ് ഈ കിഡ്നി പോവാതിരിക്കാനുള്ള കാര്യം ചെയ്യാനുള്ളത് ഇവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. 60 വയസ്സായവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പാടാ. അതുകൊണ്ട് ബേസിക്കലി ചെറിയ പ്രായത്തിലെ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം സ്കൂളിൽ നിന്ന് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങണം. ഹെൽത്ത് എഡ്യൂക്കേഷനും ഹെൽത്ത് ലിറ്ററസിയും ബേസ് സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ ഗവൺമെന്റ് സത്യം പറഞ്ഞ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട്
സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് പോലെ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അതൊന്നാമത്തെ കാര്യം. പിന്നെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാണ്, മുട്ടുവേദന വന്നാൽ കുഴമ്പിട്ട് തിരുമ്മി വീട്ടിൽ ചൂടം വെച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം മുട്ടുവേദനയ്ക്ക് ഇപ്പോഴും ശാസ്ത്രീയമായ ചികിത്സകൾ ഉണ്ടെന്ന്, TKRഉം ഇംപ്ലാന്റേഷൻസും അങ്ങനെ പല പല കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന സമയം ആവശ്യമായിട്ട് വരികയാണ്. മുട്ടുവേദനയ്ക്ക് ഇപ്പോഴും വൈദ്യനെ കൊണ്ട് തിരുമിപ്പിക്കുന്ന, വെരിക്കോസ് വെയിൻ ഇപ്പോഴും സർജറിയാണ് ഇമ്പോർട്ടന്റ്, വെരിക്കോസ് വെയിന് സർജറിയാണ് ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല വൈദ്യനെ കൊണ്ട് തിരുമ്പിച്ച ഇപ്പൊ വെരിക്കോസ് വെയിൻ മാറുമെന്ന് പറയുന്നൊരു ഭർത്താവിന്റെ ഭാര്യ ആയതുകൊണ്ട് പറയാണ്. തീർച്ചയായിട്ടും ഇതിനെല്ലാം ഒരു എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്നുള്ളത് ഇവരിലേക്കൊക്കെ നമ്മൾ എത്തിക്കാനായിട്ട് കുറച്ചധികം കഷ്ടപ്പെടും. അതിന്റെ ഒരു ഇനിഷ്യേറ്റീവ് നമുക്ക് ഇന്ന് തൊട്ട് തുടങ്ങാം എന്നുള്ള ഒരു അഭിപ്രായത്തിൽ നിന്ന് ഞാൻ ഡോക്ടർ ഹരിയിലേക്ക് പോകുന്നു. ഡോക്ടർ ഹരിക്ക് ഇനി എന്താ പറയാനുള്ളത്? താങ്ക് യു ആര്യ. ഞാൻ നേരത്തെ വിജയകുമാർ സാറ് പറഞ്ഞൊരു കാര്യം സാറ് പറഞ്ഞിരുന്നു, നമ്മളിപ്പോ മോഡേൺ മെഡിസിൻ എന്ന് ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ ഈ അലോപ്പതി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ മാത്രമല്ല. അപ്പൊ പലപ്പോഴും നമുക്ക് ഈ ഓൾട്ടർനേറ്റ് മെഡിസിൻ, അതായത് നമ്മളൊരു പേഷ്യന്റിന്റെ, ഒരു രോഗിയുടെ ചികിത്സ നിശ്ചയിക്കുമ്പോൾ പല ഫാക്ടേഴ്സ് അതിനകത്ത് ഇൻവോൾവ് ആണ്. അവരുടെ സാമ്പത്തിക ശേഷി, അങ്ങനെ പല കാര്യങ്ങൾ ഇൻവോൾവ് ആണ്. അപ്പൊ ഈ പറയുന്ന പോലെ നമുക്ക് ഒരു ഹെർബൽ ആ രീതിയിലുള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ മോഡേൺ മെഡിസിൻ ഉപയോഗിക്കുന്ന ഇപ്പൊ പല മെഡിസിൻസും അതിന്റെ ഒറിജിൻ പ്ലാന്റ്സിൽ നിന്നാണ്. ഒരു വലിയൊരു ശതമാനം മെഡിസിൻസും അതിന്റെ ഇത് വന്നേക്കുന്ന പ്ലാന്റ്സിൽ നിന്നാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആസ്പിരിൻ, അല്ലെങ്കിൽ സിവിയർ പെയിൻ കൺട്രോളിന് ഉപയോഗിക്കുന്ന മോർഫിൻ, അത് പോപ്പി പ്ലാന്റിൽ നിന്നാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ മലേറിയയില് നമ്മൾ ഉപയോഗിക്കുന്ന പല മെഡിസിനുകൾ, ഇതെല്ലാം വന്നേക്കുന്നത് പ്ലാന്റ് ഒറിജിനിൽ നിന്നാണ്. അപ്പൊ ഇത് വ്യത്യാസം വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലാന്റ് ഡയറക്ട്ലി ഉപയോഗിക്കുന്നതാണ് എന്നുള്ളതാണ്. അപ്പൊ അതും ഒരു സയന്റിഫിക്കലി ടെസ്റ്റഡ് മെഡിസിനും ഉപയോഗിക്കുന്നത് ഒരുപോലെ അല്ല. അത് മീൻസ് ഇപ്പോ ഈ സെയിം ഒറിജിൻ ആണെങ്കിലും നമ്മൾ ആ പ്ലാന്റ് അതേപോലെ തന്നെ കഴിക്കുന്നതും മെഡിസിൻ കഴിക്കുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ പ്ലാന്റിൽ നിന്നുള്ള ആ ഒരു ആക്റ്റീവ് കോമ്പൗണ്ട് ഐസൊലേറ്റ് ചെയ്യണം, പിന്നെ അതിന്റെ ശരിയായ ഡോസ് കണ്ടെത്തണം. അത് ഈ പല പ്രോസസ്സായിട്ടുള്ള ഒരു സയന്റിഫിക് സ്റ്റഡീനെ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഇപ്പൊ ആദ്യം ആനിമൽസിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് ഒരു ഫൈനൽ സ്റ്റേജസിലൊക്കെ നമ്മളത് ഹ്യൂമൻ സ്റ്റഡീസിലേക്ക് വരുള്ളൂ. അപ്പോൾ അത് ഉണ്ടാവണം. പിന്നെ അതിന്റെ സൈഡ് ഇഫക്ട്സ് എന്താന്നുള്ളത് പഠിക്കണം, ക്ലിനിക്കൽ ട്രയൽസ് നടത്തണം. ഇപ്പൊ പലപ്പോഴും നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു വിശ്വാസമാണ് നേച്ചറിൽ നിന്നുള്ളതായ കാരണം അത് സേഫ് ആയിരിക്കും എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ഈ പലപ്പോഴും പറഞ്ഞു ഈ കഷായം മതി, അല്ലെങ്കിൽ ഈ ഇല ചതച്ചാൽ മതി, അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ സിംറ്റങ്ങൾ കുറയുമായിരിക്കും. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ എക്സാക്ട് ഡോസ് അറിയില്ല, അതിന്റെ ടോക്സിസിറ്റി അറിയില്ല. ഇത് എത്ര കൂടുതൽ പലപ്പോഴും ഈ എന്താ പറയാ, നമ്മൾ ഈ ഡയബറ്റീസിന് നല്ല മരുന്നാന്ന് പറഞ്ഞ ഇരുമ്പൻ പുളി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അപ്പൊ അത് കലക്കി അത് മീൻസ് ജ്യൂസ് ആയിട്ട് കുടിച്ചു കഴിയുമ്പോൾ പലപ്പോഴും കിഡ്നി ഡാമേജ് വരും. പിന്നെ അതിന്റെ ഇന്ററാക്ഷൻസ് പലപ്പോഴും അറിയില്ല. ഇപ്പൊ ഈ നമ്മുടെ മെഡിസിൻസ്, ഈ സ്റ്റഡി കഴിഞ്ഞു വരുന്ന മെഡിസിൻസ് പലപ്പോഴും ഒരു ഡ്രഗ് എടുക്കുമ്പോൾ വേറൊരു ഡ്രഗ് നമ്മൾ ഓൾറെഡി കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇന്ററാക്ഷൻ എന്താന്നുള്ളതൊക്കെ അത് കെയർഫുൾ ആയിട്ട് ഡോക്യുമെന്റഡ് ആയിരിക്കും. പക്ഷെ അങ്ങനെ ഇതിനകത്ത് മിക്കവാറും അത് കാണില്ല. അപ്പൊ ഈ പ്ലാന്റ്സിൽ നിന്ന് വരുന്ന മരുന്നുകളാണെങ്കിൽ പോലും, നമ്മൾ ഈ പ്ലാന്റ് ഹെർബൽ ഫോർമുലേഷൻ ആണെങ്കിൽ പോലും, അത് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അതൊന്ന് RCT വഴി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രയൽസ് വഴി അത് തെളിയിച്ചിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അത് കൂടാണ്ട് തന്നെ ഈ പല അതോറിറ്റീസ് വഴി അപ്രൂവ് ചെയ്തതാണോ, റെഗുലേറ്റഡ് ആണോ എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ ഈ പറയുന്ന അലോപ്പതി എന്ന് പറയുന്നത് മാത്രം നല്ലതുള്ളൂ എന്നുള്ളത് സാറ് പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഐഡിയ വെക്കണ്ട. പക്ഷെ ഈ ബാക്കിയുള്ള ഓൾട്ടർനേറ്റ് മെഡിസിൻസ് ആണെങ്കിലും അതിന്റെ എന്തൊക്കെയാണ് സയന്റിഫിക്കലി അത് പ്രൂവൺ ആയിട്ടുള്ളത് മാത്രം നമ്മൾ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ബാക്കി പല കാര്യങ്ങളും നമ്മളിപ്പോ കവർ ചെയ്തു എന്ന് തോന്നുന്നു. എനിക്ക് മെന്റൽ ഹെൽത്ത് ആയാലും കമ്മ്യൂണിക്കബിൾ ഡിസീസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയാലും പല കാര്യങ്ങളും മീൻസ് ഓൾമോസ്റ്റ് നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു. ഒരു കാര്യം പറഞ്ഞിട്ട്, കഴിഞ്ഞ ദിവസം എന്റെ വീടിന്റെ അടുത്ത് നടന്നൊരു കാര്യമാണ്. ഞാൻ എന്റെ വീട്ടിൽ പോയിരുന്നു. അപ്പം അതായത് തൊട്ടടുത്ത വീട്ടില് ഒരു ഉമ്മയും വാപ്പയും ഉണ്ട്. ഭയങ്കരമായിട്ട് ഗ്യാസ്ട്രൈറ്റിസ് ആണ് അവരുടെ വിഷയം. ഗ്യാസ്ട്രൈറ്റിസ് വരുന്നു, ഡയറിയ വരുന്നു. അപ്പൊ അവര് മോഡേൺ മെഡിസിനിൽ കാണിക്കാൻ വിമുഖതയുള്ള ആൾക്കാരാണ്. ഞാൻ പറഞ്ഞ പോലെ 70 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അവര് അടുത്തുള്ള ആയുർവേദ ഡോക്ടറെ പോയി കാണിച്ചിട്ട് അവരാ മരുന്ന് എന്താന്ന് എന്നെ കാണിക്കാൻ കൊണ്ടുവന്നാണ്. ഇരുന്നത് പാൻഡോപ്പിന്റെ ടാബ്ലറ്റും
HP കിറ്റുമാണ് കയ്യിലിരുന്നത്. ഞാൻ ചോദിച്ചു ഇത് ആരെയാ കാണിച്ചത്? ആയുർവേദ ഡോക്ടറെ കാണിച്ചിട്ട് കിട്ടിയതാ. താലോക്കിന്റെ ടാബ്ലറ്റ് ആണ് കയ്യിലിരിക്കുന്നത്. HP കിറ്റ് നെക്സ്പ്രോ HP കിറ്റ് എന്ന് പറഞ്ഞ HP കിറ്റുമാണ് കയ്യിലിരിക്കുന്നത്. നെക്സ്പ്രോ HP കിറ്റ് കൊടുക്കുന്നത് RUT പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കാണെന്ന് നമുക്കറിയാം, ഇത് പഠിച്ചവർക്കറിയാം. പക്ഷെ ഇവരിത് എന്ത് ബ്ലൈൻഡ് ആയിട്ട് റപ്പന്മാര്, അതായത് മോഡേൺ മെഡിസിൻ വെച്ചിട്ട് മറ്റുള്ളവരുണ്ടാക്കുന്ന ഫിനാൻഷ്യൽ ഗെയിനുകളും കൂടി നമ്മൾ നോക്കണം സത്യം പറഞ്ഞാൽ. അപ്പം മോഡേൺ മെഡിസിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ പരസ്യമായി സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇങ്ങനത്തെ ഇൻസിഡന്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എല്ലാത്തിനും അതിൻ്റെതായ ദോഷങ്ങളുണ്ട്, എല്ലാം എന്ന് പറയുന്നില്ല. ബയോളജി സയൻസ് ഓഫ് എക്സെപ്ഷൻ എന്ന് പറയുന്ന പോലെ എല്ലാത്തിനും അതിൻ്റെതായ ദോഷങ്ങളും ഗുണങ്ങളും ഉണ്ടെങ്കിൽ പോലും സയൻസിന് കുറച്ച് ഒരു മുൻതൂക്കം കൂടുതലാണ്. ഇപ്പം ഡോക്ടർ ഹരി ഇരുമ്പുള്ളിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം ബ്രസ്റ്റ് ക്യാൻസറിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന മരുന്ന് ഉണ്ടാക്കുന്ന ശവന്നാറി എന്ന് പറഞ്ഞ ചെടിയിലാണ്. ആ പൂവിന്റെ അടുത്ത് പോലും പോകില്ല നാറ്റം കാരണം എന്ന് വെച്ചിട്ട് അത് ക്യാൻസറിന്റെ മരുന്നാന്ന് വെച്ചാൽ ആരും വായിട്ട് ചവച്ച് തിന്നത്തില്ലല്ലോ. അതുപോലെ തന്നെ ഇവിടെ ഡെങ്കിപ്പനി വരുമ്പം അതിന്റെ ചികിത്സ IV ഫ്ലൂയിഡും ഡോളോടെ പാരസിറ്റമോളിന്റെ ടാബ്ലറ്റും ആണെന്ന് പറയുമ്പം ഇവിടെ ഇപ്പോഴും ഉണ്ട് ആൾക്കാര് പപ്പായ, അതായത് പപ്പായ ചെടിയുടെ ഇല ഇടിച്ച് പിഴിഞ്ഞ് ജ്യൂസ് കുടിക്കുന്ന ആൾക്കാരുണ്ട്. അതുണ്ടാക്കാവുന്ന കോംപ്ലിക്കേഷൻസ്, അതുണ്ടാക്കിയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ള ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. സോ ആൾക്കാരിലേക്ക് ഇതിന്റെ ബേസ് ഒരു അവബോധം എന്തായാലും അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് ബ്ലാത്തൂർ മാഷിക്ക് ഒരു അഭിപ്രായം പറയാനുള്ളത്. ആൾക്കാരിലേക്ക് ഇതെങ്ങനെ എത്തിക്കാൻ പറ്റും? ഏറ്റവും പ്രധാനം നമ്മൾക്ക് ഇപ്പോഴ് സയൻസ്, ബയോളജി, നമ്മൾ 10ാം ക്ലാസ് വരെയുള്ള ബയോളജിയാണ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കും സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഇപ്പൊ മാത്സോ അതേപോലെ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് അതുപോലെ അങ്ങനെ അങ്ങ് പോവാണ്. നമുക്ക് 10 വരെയുള്ള കുട്ടികളാണ് യഥാർത്ഥത്തിൽ ബയോളജി പഠിക്കുന്നത്. അതിന് ശേഷം പലരും ചിലപ്പോ പഠിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ആ ഒരു ഏതെങ്കിലും സ്ട്രീമിൽ പോകുന്നവരെ പഠിക്കുന്നുള്ളൂ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുജനം എന്ന് പറയുന്ന പിന്നീട് അവർ എവിടെ എത്തിയാലും ചിലപ്പോൾ വക്കീലായിരിക്കാം, ഡോക്ടർ ആയിരിക്കാം, അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് ഡോക്ടർമാരാകുന്നവർക്ക് കുറച്ച് ഫിസിയോളജിയും ബാക്കിയുള്ള അറിയെങ്കിലും ബാക്കിയുള്ളവർക്കൊന്നും ഇത് അറിയണമെന്നില്ല. അപ്പൊ ആ സമയം കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള നല്ല സിലബസ് ആണ് ഇപ്പോഴുള്ളത്. ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ ഫിസിയോളജി തന്നെയാണ് പഠിപ്പിക്കുന്നത് മുഴുവൻ. നമ്മളെ ബയോളജി ടെക്സ്റ്റിലൊക്കെ 9ലും 10ലും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഹ്യൂമൻ ഫിസിയോളജി പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും കേരളത്തില് നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഒരു ആർത്തവ ലഹള എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയധികം പഠിച്ച സ്ത്രീകളാണ് റോഡിൽ വന്നിട്ട് ആർത്തവം അശുദ്ധിയാണെന്ന് പറഞ്ഞിട്ട് ജാഥ നടത്തിയത്. അത് നമ്മൾ കണ്ടതാണ്. അപ്പം അത്തരത്തിലുള്ള, അതേസമയം അടിസ്ഥാനപരമായിട്ടുള്ള ഹ്യൂമൻ ഫിസിയോളജിയും രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളുടെ ലക്ഷണങ്ങളും അതൊക്കെ മാത്രമാണ് പഠിക്കുന്നത്. അതേസമയം അതിന്റെ കോംപ്ലിക്കേഷനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും പറ്റിയില്ലെങ്കിൽ സാധാരണയായിട്ടില്ല ഇപ്പം അമ്നോട്ടിക് എംബോളിസം എന്ന് പറയുന്ന ഒരു സാധ്യതയാണ് എന്നുള്ളത് കേരളത്തിലെ 90% ആൾക്കാർക്കും അറിയില്ല. ഇപ്പം അല്ലെങ്കിൽ പണ്ട് അത് പറയുമെങ്കിലും ഇപ്പം മഷി കുടിച്ചു എന്നോ കുട്ടിയുടെ വയറ്റിൽ പോയി എന്നൊക്കെ പറയുമെങ്കിൽ കൂടി യഥാർത്ഥത്തിൽ അതെന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അറിയില്ല. അതുപോലെ തന്നെ പ്രസവത്തോടനുബന്ധിച്ചിട്ടുണ്ടാകാവുന്ന മറ്റു കോംപ്ലിക്കേഷൻസിനെ പറ്റിയിട്ട് അറിയില്ല. പലരും പറയുന്ന പഴയ കാലത്ത് എത്രയോ പ്രസവിച്ചു, നേരത്തെ ഇപ്പൊ ആര്യ ഡോക്ടർ പറഞ്ഞ പോലെ എത്രയോ പ്രസവിച്ചു. ഇപ്പം ഞാൻ എൻ്റെ അമ്മയുടെ 9ാമത്തെ മകനാണ്. എൻ്റെ അമ്മ 11 പ്രസവിച്ചതാ. എൻ്റെ അമ്മ ഒരിക്കലും ആശുപത്രി പോയിട്ടില്ല. അപ്പോ അതേസമയം എൻ്റെ നാട്ടിൽ എൻ്റെ അമ്മയുടെ പ്രായത്തിലുള്ള പലരുടെയും ഒറ്റ കുട്ടികളും ബാക്കിയായിട്ടില്ല, ഒരു കുട്ടിയൊക്കെ ബാക്കിയായവരുണ്ട്. അപ്പോ ഒരേ സമയത്ത് തന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴ് അതേപോലെ വീട്ടിൽ നിന്ന് പ്രസവം എടുക്കാന്ന് പറയുന്നതിന്റെ പ്രശ്നങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ നമുക്ക് ഈ ചികിത്സ എന്ന് പറയുന്നത് ഇപ്പൊ ഹരി ഡോക്ടർ പറഞ്ഞ പോലെ ഈ അല്ലെങ്കിൽ ആര്യ ഡോക്ടർ പറഞ്ഞ പോലെ ഈ മറ്റ് ചികിത്സാ പദ്ധതി പഠിച്ചവര് ചികിത്സിക്കാൻ എഫക്റ്റ്, അതായത് അവരെ സംബന്ധിച്ചിടത്തോളം രോഗികളിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവര് ഈ പറഞ്ഞ മോഡേൺ മെഡിസിനെ ഉപയോഗിക്കുന്നത് ഒരു വലിയ പ്രതിസന്ധിയാണ്. അത് കേരളത്തിൽ വളരെ കുറവാണെന്നാണ് ഞാൻ പറയാ. ഞാൻ അത്യാവശ്യം ഇന്ത്യയിലെ ഒരുവിധ എല്ലാ സ്റ്റേറ്റുകളിലും സഞ്ചരിച്ച് ഈ പറഞ്ഞ ആരോഗ്യരംഗത്തെ കുറച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടും ബേസിക് അവരുടെ ചികിത്സാ രീതികളൊക്കെ മനസ്സിലാക്കാനും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുകയും പരിഷത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് അതിന്റെ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിന്റെയും BGVSന്റെ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാമിന്റെ ഒക്കെ ഭാഗമായിട്ട് ഒരുവിധം എല്ലാ സ്റ്റേറ്റിലും ഞാൻ പോയിട്ട് കുറെ കാലങ്ങൾ താമസിച്ച ഒരാളാണ്. ഞാൻ അത്ഭുതപ്പെട്ട പല കാര്യങ്ങളും പറയാം. നോർത്തിലുള്ള പല സ്റ്റേറ്റുകളിലും, മധ്യപ്രദേശും ഗുജറാത്തും അടക്കം
ഞാൻ കണ്ട ഒരുവിധ എല്ലാ സ്ഥലങ്ങളിലും പ്രാക്ടീസ് ചെയ്യുന്നത് ഈ പറഞ്ഞ നാച്ചുറോപ്പതി ഒക്കെ പഠിച്ചതോ, ഹോമിയോ പഠിച്ചതോ, പിന്നെ യുനാനി പഠിച്ചതോ, ആയുർവേദം പഠിച്ചതായിട്ടുള്ള ഡോക്ടർമാരാണ്. അവർ തന്നെ പഠിച്ചത് യഥാർത്ഥത്തിലുള്ള, നമ്മളിപ്പം പറയുമ്പോൾ കേരളത്തിലെ പോലെയോ ഒന്നുമില്ലെങ്കിൽ അവർക്ക് 5 വർഷത്തെ കോഴ്സ് കൃത്യമായിട്ടുള്ള ഒരു അനാട്ടമിയും ഫിസിയോളജിയും പഠിക്കാനെങ്കിലും ഉണ്ടെന്ന് പറയാം. അത്ര പോലും ഇല്ലാതെ പലതും വ്യാജ സർട്ടിഫിക്കറ്റുകളോട് കൂടിയിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയ ഡോക്ടർമാരാണ് ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. അതാണ് അത്ഭുതപ്പെടുത്തുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഈ പറഞ്ഞ മോഡേൺ മെഡിസിൻ പഠിച്ച പല ഡോക്ടർമാരും ടൗണുകളിലല്ലാതെ പ്രാക്ടീസ് ചെയ്യാൻ സന്നദ്ധമല്ല. അതുകൊണ്ട് തന്നെ ഗ്രാമപ്രദേശങ്ങളിലോ ഒരു ബ്ലോക്ക് തലത്തിൽ പോലും മോഡേൺ മെഡിസിൻ പഠിച്ച ഡോക്ടർമാരില്ല. വളരെ കുറച്ച് മാത്രം. ഒരു ഹോസ്പിറ്റലിൽ ഒരാളൊക്കെയാണ് ഉള്ളത്. എല്ലാ ചികിത്സയും നടത്തുന്നത് മോഡേൺ മെഡിസിന്റെ അതിന് മുമ്പിലുള്ള എല്ലാ ചികിത്സയും നടത്തുന്നത് ഈ കൂട്ട കൃഷിക്കാരാണ്. അത് നമ്മൾ ദൂരെയൊന്നും പോകണ്ട. എൻ്റെ നാട് കണ്ണൂര്, ഈ പിന്നെ ബോർഡറിനടുത്താണ്. ഇതിന്റെ അപ്പുറത്താണ് വിരാജപേട്ട എന്ന് പറയുന്ന സ്ഥലം, കൂർഗ് ഡിസ്ട്രിക്ട്. ഈ വിരാജപേട്ടയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നിരവധി ഡോക്ടർമാരെ അവിടെ ആയുർവേദ ഡോക്ടർമാരെ കാണും. ഈ ആയുർവേദ ഡോക്ടർമാര് ഒക്കെ ഇത്രയധികം ആയുർവേദ ഡോക്ടർമാര് BMS ഒക്കെ കഴിഞ്ഞവരെ ബോർഡൊക്കെ കാണുമെങ്കിൽ അവിടെ ഒറ്റ ആയുർവേദ പിന്നെ മരുന്ന് കട കാണില്ല. അവിടെ ഉള്ളത് മുഴുവൻ മെഡിക്കൽ ഷോപ്പുകളാണ്. അവിടത്തേക്കാണ് എല്ലാ ഡോക്ടർമാരും എല്ലാ പിന്നെ പ്രിസ്ക്രിപ്ഷനുകൾ അവരെഴുതുന്നത് അതിലേക്കാണ്. അപ്പം ഇത്തരത്തിലൊരു സംവിധാനം നമ്മുടെ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് ഈ പ്രത്യേക ഒരു കോഴ്സ് കൊടുത്തുകൊണ്ട് അവരെ മറ്റേ ഇതിന്റെ ഭാഗമാക്കാനൊക്കെ പലപ്പോഴും ചർച്ചകൾ നടക്കുന്ന പോലും. നമ്മൾ കേരളത്തിലെ ഒരു പ്രത്യേക സിറ്റുവേഷൻ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതില് ആൾക്കാർക്ക് ചികിത്സകളെ പറ്റിയിട്ട് മാത്രമല്ല, ഹ്യൂമൻ ബോഡി എങ്ങനെയാണ് ഒരു വസ്തുക്കളോട് പെരുമാറുന്നത് എന്നുള്ളത് ഇപ്പം കൃത്യമായിട്ട് തന്നെ ഞാൻ പറയുന്നു. ഹോമിയോയിൽ ഇപ്പം വർക്ക് ചെയ്യുന്നത് തികച്ചും സയൻസിന്റെ നേർ വിപരീതമായിട്ടാണ്. അവഗാഡ്രോ നമ്പർ നമ്മൾ പഠിച്ച അതേ നമ്മൾ തന്നെ, അല്ലെങ്കിൽ കെമിസ്ട്രി പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 30C ഡൈല്യൂഷൻ നടത്തി കഴിഞ്ഞാൽ അതിലൊരു മോളിക്യൂൾ പോലും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ നാനോ ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ന്യായീകരിക്കുന്നത്. നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റമായിട്ട് പോലും അത്തരത്തിലുള്ള ഡോക്ടർമാർ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം അതില് പ്ലാസിബോ എഫക്റ്റ് അല്ലെങ്കിൽ നടക്കുന്നെങ്കിൽ അവര് ഹോമിയോ അല്ല നടത്തുന്നു എന്നാണ് ഞാൻ പറയാ. അതായത് അതില് ഫിസിക്കൽ ആക്ഷനുകൾ നടക്കുന്നുണ്ട്, ടിഞ്ചറുകളാണ് കൊടുക്കുന്നത്. ടിഞ്ചറുകൾക്ക് മറ്റു കുഴപ്പങ്ങൾ ഉണ്ടോ എന്നുള്ളത് പോലും പഠനം നടത്താതെയാണ് ചികിത്സ നടത്തുന്നത്. അപ്പൊ ഈ ഒരു കാര്യത്തില് ആൾക്കാരില് മുഴുവൻ ഇത്തരത്തിലുള്ള ഒരു അവബോധം വരണമെങ്കിൽ ഈ സയന്റിഫിക് രീതി കുറെ കൂടി ആൾക്കാർക്ക് അത്തരത്തിലൊരു സയന്റിഫിക് ടെമ്പർമെന്റ് ഉള്ള ഒരു സൊസൈറ്റി വരണം. ഇപ്പം നേരത്തെ ഹരി ഡോക്ടർ പറഞ്ഞ പോലെ മറ്റ് ചികിത്സാ രീതികളിലേക്കും ആൾക്കാർ പോകുന്നതിന് വേറൊരു കാരണം കേരളത്തിലെ പൊതുവെ ഈ പറഞ്ഞ മോഡേൺ മെഡിസിനിൽ ഉണ്ടാകുന്ന ചികിത്സകളുടെ ചെലവ് കൂടുതലാണ് എന്നുള്ള ഒരു പൊതുധാരണ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ബദൽ ചികിത്സാ രീതികളിൽ അത്രമാത്രം ചിലവുകൾ ഇല്ലാതൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ കരുതുന്നില്ല അങ്ങനെയാണെന്നല്ല. ഒരു ചികിത്സയുടെ ഒക്കെ കാര്യത്തിൽ കേരളത്തിൽ കിട്ടുന്ന പല ചികിത്സകളും നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലോ വേറെ ഏതെങ്കിലും രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞ ചെലവിലാണെന്ന് ഞാൻ പറയും. എങ്കിലും കോർപ്പറേറ്റ് താല്പര്യങ്ങളൊക്കെ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അതിലും കുറഞ്ഞ ചികിത്സാ ചെലവിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും അതല്ലാതെ ആ ഒരു കാരണമാണ് പലപ്പോഴും ഈ ബദൽ ചികിത്സകളിലേക്ക് കൂടുതൽ ആളുകൾ പോകാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും കൂടുതൽ, അതായത് നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് മാത്രമല്ലാതെയും ഈ ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ സാധാരണക്കാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അംഗൻവാടികള്, കുടുംബശ്രീകള്, അതിലൊക്കെ പലതരത്തിലുള്ള ഈ സയന്റിഫിക് ടെമ്പർമെന്റ് കൂട്ടാൻ, അതായത് വെറും മെഡിക്കൽ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ നമ്മളെ ആരോഗ്യശാസ്ത്രം മാത്രമല്ല പൊതുവായിട്ടുള്ള ഈ നമ്മളെ ഒരു സയന്റിഫിക് കാഴ്ചപ്പാടിലൂടെ ചോദ്യം ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് എങ്ങനെയെന്ന് നമുക്ക് അറിയാൻ ശ്രമിച്ചുകൊണ്ടുള്ള ഒരു രീതി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം കുറെ കൂടി പരിഹരിക്കപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ വിജയകുമാർ സാറ് പറഞ്ഞതിൽ അതിന്റെ ഒരു പോയിന്റും കൂടി ഒന്ന് പറയാൻ വേണ്ടിയായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞു നമുക്ക് കേരളത്തിലാണ് ഇത്രയധികം ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളത്, നോർത്തിലേക്ക് പോയാൽ അതില്ല എന്നുള്ളത്. അപ്പൊ അവിടെയാണ് നമ്മുടെ ഈ ടീമിന്റെ ടുഗദർ ഫോർ ഹെൽത്ത് എന്ന് ഉള്ളത്, അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോ അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ ഗവൺമെന്റിന് തന്നെ അവിടെ ഈ ഹെൽത്ത് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോഴാണ് എല്ലാവരും ടുഗദർ എന്നുള്ളത്, അതായത്
പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്, അതുപോലെ ഹെൽത്ത് വോളണ്ടിയേഴ്സ്, അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് ടുഗദർ ഫോർ ഹെൽത്ത് ആയാലേ നമുക്ക് അവിടെ ഒരു എന്താ പറയാ നമുക്ക് സയന്റിഫിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് രീതി അവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അതും കൂടി ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ആഡ് ചെയ്തു. താങ്ക് യു. ശരി, നമ്മള് ആരെങ്കിലും എന്തെങ്കിലും പങ്കെടുക്കുന്നവർക്കുള്ള അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മള് ഏകദേശം 8:27 അതിനുശേഷം നമുക്ക് മൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു, അല്ലേ നിഷ? അതെ അതെ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ആഡ് ചെയ്യാനോ എന്തെങ്കിലും എക്സ്പീരിയൻസുകളോ ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്തിട്ട് സംസാരിക്കാം. കമന്റുകൾ വല്ലതും വന്നിട്ടുണ്ടോ? ഞാൻ നോക്കട്ടെ. ഇല്ല അല്ലെ, ആരും കമന്റ് ചെയ്തിട്ടില്ല അല്ലെ? എനിക്ക് ഡോക്ടർ ആയുർവേദ ഡോക്ടർ കേൾക്കാൻ സുഖന്നെ പറഞ്ഞു. ഓക്കെ. സോ എന്റെ പേര് സുകന്യ. ഞാൻ ടോട്ടം റിസർച്ച് സെന്ററിലെ ഒരു മെമ്പറാണ്. ആന്ത്രോപോളജിയിലാണ് PhD എടുത്തിട്ടുള്ളത്. 2 ട്രൈബൽ കമ്മ്യൂണിറ്റീന്റെ പരമ്പരാഗത ചികിത്സാ രീതികളെ കുറിച്ചാണ് പഠനം നടത്തിയത്. സോ ഈ ഒരു ടോക്ക് എനിക്ക് വളരെ റെലവെന്റ് ആയിട്ട് തോന്നി, പ്രത്യേകിച്ച് ഇപ്പോഴുള്ള സാഹചര്യത്തില്. നമ്മളിപ്പോ ഹോളിസ്റ്റിക് ഹെൽത്ത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് പണ്ട് തൊട്ടേ പറയുകയാണെങ്കിലും നമ്മളിപ്പോ മെന്റൽ ഹെൽത്തിനായാലും ഫിസിക്കൽ ഹെൽത്തിനായാലും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങിയത് ഈ കുറച്ചടുത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഇപ്പൊ യൂട്യൂബ് നോക്കിയും സോഷ്യൽ മീഡിയ നോക്കിയും എന്താ പറയാ ചികിത്സകള് പിന്തുടരുന്ന കുറെ ആളുകൾ നമ്മുടെ ചുറ്റും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തില് ഇങ്ങനൊരു വെബിനാറ് വളരെ റെലവെന്റ് ആണെന്ന് തോന്നുന്നു. എനിക്ക് അത് മാത്രമാണ് ആഡ് ചെയ്യാനുള്ളത്. താങ്ക് യു സോ മച്ച്. സന്തോഷം. ഡോക്ടർ ആര്യ ആയുർവേദ ഡോക്ടർ ഇംഗ്ലീഷ് മെഡിസിൻ കൊടുത്തതിന്റെ കാര്യം പറഞ്ഞപ്പോഴാ കഴിഞ്ഞ ദിവസം ന്യൂസ് ആയിട്ട് കണ്ടിരുന്നു, ഹോമിയോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ അലോപ്പതി മെഡിസിൻസ് ചാക്കുംപടി കണ്ടുകെട്ടി എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് ന്യൂസ് കണ്ടിരുന്നു. അത് പ്ലാത്തൂർ മാഷ് കണ്ടിരുന്നോ? ഇല്ല, അങ്ങനെ ഒരു വാർത്ത വന്നിരുന്നു, ദേശാഭിമാനിയിലായിരുന്നു തോന്നുന്നു. അല്ലെ, ഇത് പലപ്പോഴും നമ്മൾ പറയുന്നതാണ്, ക്രോസിനാദി പടകം എന്നൊക്കെ കളിയാക്കി പറയുന്നതാണെങ്കിൽ കൂടി കുറെയൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ടത് എന്നുള്ളതാണ് പ്രശ്നം. നിഷ, പണ്ടാണെങ്കിൽ ഈ നമ്മളെ മാഷക്ക് അറിയായിരിക്കും, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ അമ്മച്ചിമാരും അപ്പച്ചമാരും ചുമയ്ക്ക് ഒരു കുപ്പിമരുന്ന് കിട്ടുമായിരുന്നു. അതായത് വീട്ടിൽ നിന്ന് കുപ്പിയായിട്ട് ചെന്നാൽ മതി, അതിനകത്ത് മരുന്ന് ഒഴിച്ചു തരും. അത് ഒരടപ്പിനകത്ത് 10 അടപ്പ് വെള്ളം ഒഴിച്ച് കുടിക്കണം. ഇതായിരുന്നു ഡൈല്യൂഷൻ. ഇന്നത്തെ എന്താ സാധനങ്ങളൊന്നും എനിക്കിപ്പോഴും അറിയത്തില്ല. ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് വരുന്ന അപ്പച്ചമാരെ അമ്മച്ചമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഹൗസ് സർജൻസി ചെയ്യുന്ന സമയത്ത് ഏറ്റുമാനൂർ PHCയിൽ ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റി മെഡിസിൻ പോസ്റ്റിംഗ് ഉണ്ട്. ഒരു മരുന്നും വേണ്ട അവർക്ക് ഈ മരുന്ന് മാത്രം മതി, ഈ കലക്കുന്ന മരുന്ന് മാത്രം മതി. ഇതിനകത്ത് ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ എനിക്കറിയാം അതിനകത്ത് ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട്. അതിന് കൊടുക്കുന്ന നമ്മൾ പറയില്ലേ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പനിയുള്ളവർക്ക് വിസ്കി കൊടുക്കും, ഹോട്ട് വിസ്കി കൊടുത്തിട്ട് പനി മാറ്റണ കഥകളൊക്കെ നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ പണ്ട് എന്റെ വല്യമ്മ ആയുർവേദ ഡോക്ടറായിരുന്നു. അപ്പം വല്യമ്മ എടുത്ത് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരണ ഈ ചുമട് തൊഴിലാളികൾ ഇവരൊരു കഷായം കൊടുക്കും. എന്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. വൈകുന്നേരം ഒരു കഷായം കൊടുക്കും. ഈ കഷായം കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ മൊത്തം വേദനയും മാറും. മൊത്തം വേദനയും മാറിയിട്ട് ഇവർ സുഖമായിട്ട് വൈകണം ഉറങ്ങും. ഇതിനകത്തും ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളത്. ആൽക്കഹോൾ കണ്ടന്റുകൾ ഇതൊഴിച്ചാണ് ഇവർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതുപോലത്തെ കുറെ ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് എന്റെ അടുത്ത് ഒരു ദിവസം, ആൾ ആയുർവേദ ഡോക്ടറാണ്, എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഡെക്സ എത്ര mg ആണ് കൊടുക്കണത്? 4 mg ആണോ 8 mg ആണോ നിങ്ങൾ കൊടുക്കണത്? ഞാൻ എന്തിനാന്ന് ചോദിക്കുമ്പോൾ പറയില്ല. കാര്യം സ്റ്റീറോയിഡ് എന്നൊരു റാപ്പിഡായിട്ട് ഇൻഫ്ലമേഷൻ സബ്സൈഡ് ചെയ്യുന്നൊരു മരുന്നാണ്. സ്റ്റീറോയിഡ് ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരുടെയും അസുഖം മാറി. ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ള പല ഇങ്ങനത്തെ മെഡിക്കേഷൻസിൽ ഇവർ സ്റ്റീറോയിഡ് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് കഴിക്കുമ്പോൾ ഇവർക്ക് പെട്ടെന്നൊരു റിലീഫ് ഉണ്ടാവുകയും ലോങ് ടൈമിൽ കിഡ്നി ഇഞ്ചുറിയും ലിവർ ഇഞ്ചുറിയും ഉണ്ടായിട്ട് നമ്മുടെ അടുത്ത് വരികയും ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ ആൾക്കാർക്ക് എത്രത്തോളം മനസ്സിലാവുന്നില്ല. കാര്യം ഒരു സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ ഹൈഡ്രോകോർട്ടിസോണിന്
100 രൂപ പുറത്തുണ്ടെങ്കിൽ ഇതേ സാധനം ആയുർവേദ ആശുപത്രി ചെല്ലുമ്പം 10 രൂപയ്ക്ക് കിട്ടും. ആ ഒരു വ്യത്യാസമാണ് ഈ ഇവര് മെയിൻലി എക്കണോമി ആണ്. ഇവര് മെയിൻലി ബ്ലാത്തുമാഷും ഹരിചാനും പറഞ്ഞ പോലെ തന്നെ മെയിൻലി എക്കണോമിയാണ്. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു സാഹചര്യം വെച്ച് ആര്യ, ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. നേരത്തെ പറഞ്ഞത് അതൊരു ചെറിയൊരു, എന്റെ അഭിപ്രായത്തിൽ ഒരു പ്ലാസിബോ ഇഫക്റ്റും കൂടി കാണും. അതായത് ഈ മരുന്ന് ഇപ്പൊ പലപ്പോഴും തന്നെ നമ്മൾ വെള്ളം തന്നെ അത് മരുന്നാന്ന് പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞാല്, ഈ മരുന്നാന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ അവര് പറയും നമുക്കത് കഴിച്ചു കഴിയുമ്പോൾ എഫക്റ്റ് ഉണ്ടെന്ന് തോന്നും. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ റാൻഡമൈസ് കൺട്രോൾ സ്റ്റഡീസിന്റെ ഒക്കെ ഇത് വരുന്നത്. ഈ പറയുന്ന ഇപ്പൊ പലപ്പോഴും ഈ ആര്യ പറഞ്ഞ മരുന്നൊക്കെ അവര് കഴിച്ച് അവർക്കൊരു പ്ലാസിബോ ഇഫക്റ്റും കൂടി അതിൽ വരുമായിരിക്കും. ആൽക്കഹോള് കണ്ടന്റ് പോലെ തന്നെ അങ്ങനത്തെ ഒരു ഇതും കൂടി വരുമായിരിക്കും. സ്റ്റഡീസ് നടത്തിയിട്ടാണ് മോഡേൺ മെഡിസിൻ ഉപയോഗിക്കുന്ന മെഡിസിനുകൾ ജനങ്ങളിലേക്ക് എത്തുന്ന എന്നുള്ളൊരു അവയർനെസ് അവരിൽ ആദ്യം ഉണ്ടാവണം. ഇത്ര സ്റ്റഡികൾ നടത്തിയിട്ടാണെന്നുള്ളത്. അത് ഒരു അവയർനെസ് ഉണ്ടാക്കിയാൽ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം, അത് സെഡേറ്റീവ് എക്സ്പെക്ടോറന്റ് എന്ന് പറയുന്ന സാധനമാണ് മെഡിക്കൽ ഹോസ്പിറ്റലുകളിൽ നിന്ന് കൊടുക്കുന്നത്. പണ്ട് കാർമിനേറ്റീവ് മിക്സ്ചറും ഈ സെഡേറ്റീവ്, ഈ രണ്ടെണ്ണമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അത് പണ്ട് ജിഞ്ചിബറൈസ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോഴുണ്ടാകുന്ന ഈ അടുത്ത കാലം വരെ കൊടുത്തുകൊണ്ടിരുന്നത് ഐലിപ്പിക്കാക്വാന, പിന്നെ മോർഫിൻ, പിന്നെ ബാക്കിയുള്ള അത് 45% ആൽക്കഹോളുമാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാധനത്തില് മോർഫിൻ ഉണ്ട്, അതേപോലെ പിന്നെ അമോണിയ ലിക്വിഡ് ഉണ്ട്. അത് സത്യത്തിൽ അത് ഒരു പഴയ ഒരു കോമ്പൗണ്ടിങ് രീതിയിൽ ഉണ്ടാക്കിയ ഒരു റെസിപ്പി ആണ്. അത് ഇത്രയും കാലമായിട്ട് കേരളത്തിലെ ആശുപത്രികൾ കൊടുത്തു. ഇപ്പൊ അത് നിർത്തി, ഇപ്പൊ അത് കൊടുക്കുന്നില്ല. അടുത്ത കുറച്ച് കൊല്ലമായിട്ടുള്ളൂ. ഇതിനു വേണ്ടിയിട്ട് ആൾക്കാർ, സ്ത്രീകൾ, അതായത് പല PHCകളിലും വലിയൊരു അളവിൽ വരുന്നത് ഇത്. 1 ounce എന്ന് പറഞ്ഞാൽ 45% ആൽക്കഹോൾ ഉള്ള ഒരു സാധനത്തിനെ കിട്ടിക്കഴിഞ്ഞാല് എല്ലാവരും അത് കഴിക്കാനാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ഈ ശബരിമല സന്നിധാനത്തിൽ ഡ്യൂട്ടി കുറെ കാലം ചെയ്തതാണ്. അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ സന്നിധാനത്തിലുള്ള ക്ലിനിക്കില് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആവശ്യക്കാരായിട്ട് വരിക അവിടെയുള്ള കച്ചവടക്കാർ മുഴുവൻ രാത്രി വരെ ചുമന്നും പറഞ്ഞിട്ട് ഈ മരുന്നിനാണ്. യഥാർത്ഥത്തിൽ അത് ആൽക്കഹോളിന് മരുന്നായിരുന്നു. ഈ പറയുന്ന സാധനം ഞാനും ചെറുതായിരുന്നപ്പം കുടിച്ചിട്ടുണ്ട്. കൈ ഒരടപ്പിനകത്ത് 10 അടപ്പ് വെള്ളം കലക്കി കുടിക്കണം. ഞാനും കുടിച്ചിട്ട് സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിനകത്ത് ഈ വക സാധനങ്ങൾ ഉണ്ടായിരുന്നെന്നും ഞാൻ പണ്ട് മദ്യപിച്ചിരുന്നു എന്നുള്ള സത്യം എനിക്ക് മനസ്സിലായി. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അത് കിട്ടത്തില്ല. ഇപ്പൊ എല്ലാരും അസ്കോറിലും ഒക്കെ തന്നെ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ആൾക്കാരിലേക്ക് എത്തണം. പിന്നെ അതുപോലെ തന്നെ ഈ വ്യാജ ചികിത്സ എന്നുള്ളത് മെന്റൽ ഹെൽത്തിന്റെ രംഗത്തും വളരെ കോമൺ ആണ്. ഈ പറഞ്ഞ ക്വാളിഫൈഡ് അല്ലാത്ത ആളുകള് പ്രൊഫഷനിലേക്ക് വരികയും ഈ പ്ലാസിബോ എഫക്റ്റ് കൊണ്ട് തന്നെ ആയിരിക്കും പലർക്കും മാറുകയും ചെയ്യാറുണ്ട്. പിന്നെ ഹീലിംഗ് തെറാപ്പി, യാതൊരു രീതിയിൽ എവിഡൻസ് ഇല്ലാത്ത മറ്റ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് ഒക്കെ പോലെ തന്നെ ഇത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. ഒരു സെഷനൊക്കെ ഒരു മാസത്തെ പാക്കേജ് എന്നൊക്കെ പറഞ്ഞ് ലക്ഷങ്ങൾ ചാർജ് ചെയ്യുന്ന ആളുകളെ എനിക്കറിയാം. കോയമ്പത്തൂർ ബേസ് ചെയ്തിട്ടൊക്കെ ഉള്ള ഓരോ ടീംസ് ഉണ്ട്. ഹീലിംഗ് വർക്ക്ഷോപ്പ്, അങ്ങനെ ഓൺലൈൻ വർക്ക്ഷോപ്പിനാണ് ഇവർ ഈ ലക്ഷങ്ങൾ ചാർജ് ചെയ്യുന്നത്. നമ്മൾ ഒരു സെഷന് 1000 രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും നാൾ പഠിച്ച് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് 1 മണിക്കൂർ ആയിരിക്കില്ല പലപ്പോഴും നമ്മൾ ഒരു സെഷന് വേണ്ടി ചെലവാക്കുക. അത് ആളുകൾക്ക് ഭയങ്കര അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ശരിയാണ്, തെറാപ്പി കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് ആണ്. എന്നാൽ പോലും ഇത്തരം വ്യാജ ചികിത്സകളുടെ അടുത്ത് ലക്ഷങ്ങൾ ചെലവാക്കാൻ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആൾക്കാരുണ്ട്. കേരളത്തിലും ഉണ്ട്, കേരളത്തിന് വെളിയിൽ ഒരുപാടുണ്ട്. എനിക്കൊന്ന് ബാംഗ്ലൂരൊക്കെ കേന്ദ്രീകരിച്ചും കൊച്ചി കേന്ദ്രീകരിച്ചും ഒക്കെ ഒരുപാട് ഹീലിംഗ് വർക്ക്ഷോപ്പുകൾ ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പോ അതിനെക്കുറിച്ച് കൂടെ പറയണം എന്ന് എനിക്ക് തോന്നി. മറ്റു ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ആൽഫ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആൽഫ കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അപ്പൊ ഒഫീഷ്യലി ഒരു നന്ദി പറയാനായിട്ട് ഞാൻ ടീം മെമ്പറായ ആൽഫയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ നമുക്ക് ഇന്ന് ലോക ആരോഗ്യ ദിനമായി ഇന്ന് ഇങ്ങനൊരു സെഷൻ കണ്ടക്ട് ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കൂടാതെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഇത്. കാരണം ഇന്ന്
ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സെർച്ച് ചെയ്യുന്നത് ഇതെങ്ങനെ പെട്ടെന്ന് മാറ്റാം, അല്ലെങ്കിൽ ഗൂഗിൾ ഡോക്ടേഴ്സിന്റെയും ചാറ്റ് ജിപിടിയും ഹെൽപ്പോടുകൂടി എനിക്ക് തന്നെ ഇതെങ്ങനെ ചികിത്സിച്ച് മാറ്റാൻ പറ്റും എന്നുള്ളതായിരിക്കും നമ്മൾ ഭൂരിഭാഗം പേരും ആദ്യം സെർച്ച് ചെയ്യുന്നത്. ഇത് എത്രത്തോളം സയന്റിഫിക്കലി പ്രൂവൻ ആണ് എന്നുള്ള കാര്യം ഒന്ന് നോക്കാനുള്ള സമയം നമുക്ക് അപ്പോഴത്തേക്കില്ല. ഇത് പെട്ടെന്ന് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ കുറച്ചെങ്കിലും ഈ സെഷനിലൂടെ സാധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു തെറ്റിദ്ധാരണ അൺലേൺ ചെയ്യാനും റീലേൺ ചെയ്യാനും ആയിട്ടുള്ള സ്പേസ് ആയിരുന്നു ഇന്നത്തെ നമ്മുടെ ഈ സെഷൻ. ഈ ഒരു അറിവ് നമുക്ക് എത്തിച്ചു തന്ന നമ്മുടെ ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺസ് ആയിട്ടുള്ള ഹരികൃഷ്ണൻ സാറിനും ഡോക്ടർ ആര്യ മാമിനും അതുപോലെ തന്നെ നമ്മുടെ വിജയകുമാർ മാഷിനും എൻ്റെ പേരിലും ടോട്ടം റിസോഴ്സ് സെന്ററിന്റെ പേരിലുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. കൂടാതെ തുടർന്നും ടോട്ടം റിസോഴ്സ് സെന്ററുമായിട്ട് ഇങ്ങനെ അസോസിയേറ്റ് ചെയ്ത് മുന്നോട്ടുള്ള പരിപാടികൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി. പിന്നെ ഇന്നത്തെ നമ്മുടെ ഈ സെഷനിൽ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ടോട്ടം റിസോഴ്സ് സെന്ററിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. നന്ദി. താങ്ക് യു. നന്ദി. ഓക്കെ, താങ്ക് യു.